നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. പക്ഷെ മതങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും നന്നായ ഒരു മനുഷ്യനും ഇല്ല. ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ പല വ്യവസ്ഥകൾ ലോകത്തുണ്ട്, പല മതങ്ങളുണ്ട്, സഭകളുണ്ട്, പക്ഷെ നന്നായ മനുഷ്യനില്ല, നീതിമാൻ ആരുമില്ല. അതാണ് ദൈവത്തിന്റെ വേദന. കൺക്ലൂഷൻ, ഒരു മനുഷ്യനും നീതിമാനില്ല. ആ ന്യായപ്രമാണം എന്ത് വിധിയാണ് പറയുന്നത്? ന്യായപ്രമാണം എന്തിനാണ് നൽകപ്പെട്ടത്? അപ്പോൾ ന്യായപ്രമാണം നൽകപ്പെട്ടത് പാപത്തിന്റെ അളവ് എന്തുമാത്രം ഉണ്ടെന്ന് തൂക്കി നോക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും പരീക്ഷ എഴുതി തോറ്റു എന്ന് വിചാരിച്ചു. ന്യായപ്രമാണം കയ്യിലില്ലാത്തവർക്ക് ചിന്തിക്കുന്നത്, ഞങ്ങൾ കുറച്ചൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടല്ലോ, കുറെ ആൻസേഴ്സ് ഒക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ചിലപ്പം ജയിക്കാൻ വേണ്ടത് 35 ആണെങ്കിൽ ഒരു 32 കിട്ടി കാണുമായിരിക്കും എന്നാണ് സാധാരണ മനുഷ്യരെല്ലാം വിചാരിക്കുന്നത്. കുറച്ചുകൂടി നന്നായാൽ ദൈവം ഓക്കെ ആയി, ഞങ്ങൾക്ക് സ്നേഹമാവും, ദൈവത്തിന് ഞങ്ങളോട് സ്നേഹമാവും, അംഗീകരിക്കും. കുറച്ചുകൂടെ ഒക്കെ നന്നാവാനുണ്ട്, കുറച്ചുകൂടെയൊക്കെ ബൈബിൾ വായിക്കണം, കുറച്ചുകൂടെയൊക്കെ സ്നേഹമായിട്ട് ആൾക്കാർ ഇടപെടണം, അത്രയൊക്കെ ഉള്ളൂ. അതാണ് നമ്മുടെ ഒരു ചിന്ത. പക്ഷേ ന്യായപ്രമാണം കയ്യിലുള്ളവർക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ തോറ്റു മാത്രമല്ല, എല്ലാത്തിനും 0 കിട്ടിയിരിക്കുന്നതെന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ ന്യായപ്രമാണം വേണം. കാരണം ആന്തരികമായ പ്രമാണത്തിൽ നമ്മൾ തോറ്റുപോയാൽ ബാഹ്യമായി എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. പഴയ നിയമത്തിലെ കൽപ്പനകൾ, അനേകം കൽപ്പനകൾ നമുക്ക് അനുസരിക്കാവുന്ന കൽപ്പനകളുണ്ട്. 10 കൽപ്പനകൾ നമ്മൾ നോക്കിയാൽ 10 കൽപ്പനകൾ നമുക്ക് അനുസരിക്കാവുന്ന കൽപ്പനകളാണ്. അതിൽ ഒരെണ്ണം അനുസരിക്കാൻ പറ്റാത്തതില്ല. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വേണ്ട, നമുക്കൊരു ദൈവം മതി. മേലെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലുള്ള യാതൊന്നിന്റെ പ്രതിമയോ സദൃശമോ നീ ഉണ്ടാക്കരുത്, വണങ്ങരുത്. നമ്മൾ അതിനൊന്നും പോകുന്നില്ല. ദൈവത്തിന്റെ നാമം വൃഥ എടുക്കരുത്. അവിടെയാണ് നമുക്കൊരു ഇത്തിരി പ്രശ്നമുള്ളത്. ചില സമയത്തൊക്കെ എടുക്കാറുണ്ട്. ദൈവം നിന്നോട് ചോദിച്ചോളൂടാ എന്നൊക്കെ പറയല്ലേ ചിലപ്പോൾ. ചുമ്മാ എടുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം, നാമം. അപ്പൊ ദൈവത്തിന്റെ നാമം വെറുതെ എടുക്കരുത്. അത് 3ാമത്തെ കൽപ്പന. നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. 4, ശബത്ത് ദിവസത്തെ ശുദ്ധിയായി ആചരിക്കാം. ഈ ശബത്ത് ദിവസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എന്താണ് ശബത്ത് എന്നുള്ളൊരു പ്രോബ്ലം വരും. പുതിയ നിയമത്തിലെ ശബത്ത് എന്ന് പറയുന്നത് എല്ലാ ദിവസവുമാണ്, ദൈവവുമായുള്ള സ്വസ്ഥതയുടെ വാഗ്ദത്തമാണ്. പഴയ നിയമത്തിലൊരു നിഴൽ പോലെയായിരുന്നു ശനിയാഴ്ച 7ാം ദിവസം ശബത്ത്. എന്നാൽ പുതിയ നിയമത്തില് ശബത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക വേർതിരിവില്ല, കാലവും ദിവസവും ഇല്ല. എപ്പോഴും നമ്മൾ ദൈവവുമായിട്ടുള്ള സ്വസ്ഥതയിലാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ചയാണ് ശബത്ത്, നാളെ നോക്കുമ്പോൾ അത് ചൊവ്വാഴ്ചയായിരിക്കും. കാരണം എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇന്ന് എന്നൊരു ദിവസം വെച്ചിരിക്കും ശബത്ത് ആചരണത്തെ കുറിച്ച്. നമുക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം, ഇത് തിങ്കളാഴ്ച എങ്ങനെ ശബത്താക്കി മാറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1:26 ഒന്ന് വായിക്കും. ഉൽപ്പത്തി 1:26 ഞാൻ എടുക്കാം. ഉൽപ്പത്തി 1:26 ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിലെഴുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ അവസാനത്തെ സൃഷ്ടി മനുഷ്യനായിരുന്നു. 26ാം വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. 31ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു, സന്ധ്യയായി ഉഷസ്സായി 6ാം ദിവസം. അപ്പൊ ഉൽപ്പത്തി 1ാം അധ്യായത്തില് നമ്മൾ 6 ദിവസങ്ങൾ, സന്ധ്യ ഉഷസ്സായി 1ാം ദിവസം, സന്ധ്യ ഉഷസ്സായി 2ാം ദിവസം, അങ്ങനെ സന്ധ്യയായി ഉഷസ്സായി 6ാം ദിവസം തീർന്നു, മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി 2ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1ാം അധ്യായം ഇങ്ങനെയാണ്, 1ാം വാക്യം ഇങ്ങനെയാണ്, അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അപ്പോൾ ഈ വാക്യം നമുക്ക് പറഞ്ഞു തരുന്നത് 7ാമത്തെ ദിവസമാണ് ശബത്ത് എന്നാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സന്ധ്യയായി ഉഷസ്സായി 1ാം ദിവസം, അത് വാക്യം 5ലാണ്. 8ാം വാക്യത്തിൽ പറയുന്ന സന്ധ്യ ഉഷസ്സായി 2ാം ദിവസം. 13ാം വാക്യത്തിൽ പറയുന്ന സന്ധ്യയായി ഉഷസ്സായി 3ാം ദിവസം. അങ്ങനെ പറഞ്ഞു 19ാം വാക്യത്തിൽ സന്ധ്യ ഉഷസ്സായി 4ാം ദിവസം. അപ്പൊ 4 ദിവസം കഴിഞ്ഞു. 23ാം വാക്യത്തിൽ 5ാം ദിവസം കഴിഞ്ഞു. 31ാം വാക്യത്തിൽ 6 ദിവസം കഴിഞ്ഞു. സന്ധ്യ ഉഷസ്സായി 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം. പക്ഷെ 7ാം ദിവസം ശബത്താണ്.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്ധ്യയായി ഉഷസ്സായി 7-ാം ദിവസം എന്നൊരു വാക്യമില്ല. 7-ാം ദിവസം തീർന്നതായി അവിടെ ഒരു പ്രസ്താവനയില്ല. 6 ദിവസം വരെ തീർന്നതായി റെക്കോർഡുണ്ട്, എന്നാൽ 7-ാം ദിവസം തീർന്നതായിട്ട് റെക്കോർഡില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അത് അത്ര പ്രസക്തമല്ലാത്തതുകൊണ്ടായി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, 7-ാം ദിവസം തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട്, 8-ാം ദിവസം തുടങ്ങി എന്ന് പറയേണ്ടി വരും. അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടില്ല. 7-ാം ദിവസത്തിന്റെ എൻഡ് എപ്പോഴാണ് കുറിക്കുന്നതെന്ന് അവിടെ കാണുന്നില്ല. എന്നാൽ അത് എപ്പോഴാണെന്ന് എബ്രായർ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെന്നുള്ളതാണ്. ഈ 7-ാം ദിവസം എപ്പോഴാണ് തീരുന്നത്? എബ്രായർ 4 നമുക്ക് വായിക്കാം. 1-ാം വാക്യം എങ്ങനെയാണ്? ഞാൻ ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇന്റർപ്രിട്ടേഷന് വേണ്ടി പല ബുക്കുകൾ, പല ആശയങ്ങളൊന്നും ആശ്രയിക്കുന്നില്ല. വേദപുസ്തകം തന്നെ നമ്മോട് സംസാരിക്കട്ടെ. എബ്രായർ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. അപ്പോൾ സ്വസ്ഥതയുടെ ഒരു വാഗ്ദത്തം ഉണ്ട്, അത് നമുക്ക് കിട്ടാതെ പോകരുത്. 2, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അപ്പൊ അവരാരാന്ന് 3-ാമത്തെ അധ്യായത്തിലുണ്ട്. അത് വചനം കേട്ടിട്ടും വിശ്വസിക്കാതിരുന്ന ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. 2-ാം വാക്യത്തിൽ പറയണം, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിൽ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം വചനം കേട്ടു, പക്ഷെ അത് ഉപകാരമായി വന്നില്ല, കാരണം അവരുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായില്ല. 3-ാം വാക്യം, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. അപ്പൊ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഒരു വാഗ്ദത്തം നമുക്ക് കിടപ്പുണ്ട്. അത് എന്ത് സ്വസ്ഥതയാന്ന് നോക്കി അടുത്ത വാക്യം, ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. അപ്പൊ പ്രവൃത്തികൾ തീർന്നു പോയപ്പോൾ ദൈവം സ്വസ്ഥതയിൽ പ്രവേശിച്ചു, എന്നിട്ടൊരു കാര്യം പറഞ്ഞു, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 4-ാം വാക്യം, 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ സ്വസ്ഥതയെ കുറിച്ച് പറയുന്ന എന്നത്തെ സ്വസ്ഥതയാ? 7-ാം നാളിന്റെ സ്വസ്ഥതയാ. 5-ാം വാക്യം, എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് ഇവിടെ പിന്നെയും പറയുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ, ഏതിൽ പ്രവേശിപ്പാൻ? 7-ാം നാളിൽ ദൈവം അനുഭവിച്ച ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ഇടശേഷിച്ചിരിക്കാനും മുൻപേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് മൂലം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ 7-ാം ദിവസം ദൈവം പ്രവേശിച്ച സ്വസ്ഥതയിലോട്ട് മനുഷ്യൻ പ്രവേശിക്കുവാൻ പല സമയങ്ങളുണ്ടായിരുന്നു, പക്ഷെ അവരാരും ഒന്നും വിശ്വസിച്ചില്ല. അപ്പൊ ദാവീദ് പറയാണ്, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പ് പറഞ്ഞതുപോലെ, ദാവീദ് പറഞ്ഞ പോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും ശേഷിക്കുന്നു. 8-ാം വാക്യം പറയാണ്, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നീടുത്തതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ജനത്തിന്റെ ശബത്ത് അനുഭവം എന്നാണ്? ഇന്നാണ്, ഇപ്പോഴാണ്. നാം എപ്പോഴും ആ സ്വസ്ഥതയിൽ ഇരിക്കേണ്ടവരാണ്. ഇപ്പൊ 4-ാമത്തെ കൽപ്പനയെ കുറിച്ചാണ് പറഞ്ഞത്. പഴയ നിയമത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണ്, നമ്മള് ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരുടെ ഒപ്പനമാർ സാധാരണ പറയാറുണ്ട്, മക്കളെ ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ലീവില്ലേ? അപ്പൊ അവർക്ക് ആഗ്രഹമാണ് മക്കൾ കൂടെ നിൽക്കണമെന്ന്, പക്ഷെ മക്കൾക്ക് അത്ര ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോ അതുപോലെയാ കർത്താവ് പറയുന്നത്, സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് മനുഷ്യന്റെ കൂടെ സ്വസ്ഥമായിട്ട് ഇരിക്കാന്നാ ദൈവം ആഗ്രഹിച്ചത്, ആ ഫെലോഷിപ്പ്. പക്ഷെ മനുഷ്യർ അതിനിടയ്ക്ക് പാപം ചെയ്തുകൊണ്ട് 10 മിനിറ്റ് പോലും ദൈവത്തിന്റെ അടുത്ത് ഇരിക്കാൻ പ്രയാസമായ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യൻ വന്നത്. അപ്പൊ കർത്താവ് മനുഷ്യനോട് പറയും, നീ ഒരു കാര്യം ചെയ്യും, 6 ദിവസം നിന്റെ പണി ചെയ്തു, 7-ാം ദിവസമെങ്കിലും കുറച്ചു നേരം നീ എന്റെ കൂടെ ഒന്ന് ഇരിക്കും. അപ്പൊ ദൈവം മനുഷ്യനോട് പ്ലീഡ് ചെയ്യോ, നീ എന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ പറയുന്നതിനാണ് ഈ ശബത്ത് എന്ന് പറയുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് അങ്ങനെ 7-ാം ദിവസമല്ല, നീ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഇരുന്നു, കാരണം നിന്നെ സൃഷ്ടിച്ചത് തന്നെ എന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് ശബത്ത് വന്നു കഴിയുമ്പോഴേക്ക് 7-ാം ദിവസമല്ല, 7 ദിവസവും 24 മണിക്കൂറും എപ്പോ വേണമെങ്കിലും നമുക്ക് വിശ്വാസത്താൽ അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം. ആ ശബത്ത് അനുഭവം എല്ലാ സമയത്തും നമുക്ക് വാഗ്ദത്തമായി ഉണ്ട്. അതിനർത്ഥം 4-ാം കൽപ്പന പഴയ നിയമ കാലഘട്ടത്തിൽ അനുസരിക്കാൻ എളുപ്പമായിരുന്നു, കാരണം ഒരു ദിവസം പണിയൊന്നും എടുക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ പുതിയ നിയമം വന്നപ്പോഴേക്കും ആ ശബത്ത് പാടായി, കാരണം എപ്പോഴും ദൈവവുമായിട്ട് സ്വസ്ഥതയിൽ ഇരിക്കേണ്ടതായിട്ട് തോന്നും. അത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ. നമ്മൾ ബൈബിൾ സ്റ്റഡി എങ്ങനെയാ 10-10 ദിവസം തീരുന്നെന്ന് ചിലപ്പോൾ എപ്പോഴൊക്കെ മനുഷ്യൻ ആലോചിക്കുന്നു, അറിയത്തില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഊഹിച്ചു പറഞ്ഞതാ. അപ്പം
നമുക്ക് എങ്ങനെയെങ്കിലും ഇന്ന് അവസാനിപ്പിച്ചൊന്ന് കിടന്നുറങ്ങിയ പ്രാർത്ഥിച്ച കേട്ടുന്നുമായി ബൈബിൾ പഠിച്ചെന്നുമായി അല്ലാതെ ദൈവത്തിന്റെ അടുത്തിരിക്കുന്നതിനകത്ത് ഒരു പ്രസൻസിനെ എൻജോയ് ചെയ്യാൻ പാവ മനുഷ്യന് സാധിക്കില്ല. കർത്താവിന്റെ പ്രസൻസിൽ ഇരുന്നിട്ട് അതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് വാർത്തയുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സ്വസ്ഥത അനുഭവിക്കുക എന്നുള്ളൊരു വാഗ്ദത്തമാണ്. ദൈവത്തോടുള്ള സ്വസ്ഥതയിൽ ഇരിക്കുക. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിവിടെ സ്വസ്ഥതയിൽ ഇരിക്കുന്നത്. പക്ഷെ നമുക്കത് അത്ര ഇഷ്ടമില്ല. അല്ലെങ്കിലും അങ്ങനെയാ. മാതാപിതാക്കൾക്ക് പിള്ളേരോട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിള്ളേർക്ക് അവരുടെ പണി അവരുടെ പിള്ളേരോട് ഇരിക്കാൻ ഇഷ്ടം. ലോകം മുഴുവൻ അങ്ങനെ. ഇപ്പൊ ദൈവത്തിന്റെ ഒരു വിലാപമാണ് ശരിക്കും ശബത്ത് എന്ന് പറയുന്നത്. ഒരു ദിവസമെങ്കിലും എന്നുള്ളൊരു വിലാപത്തെയാണ് നമ്മുടെ പഴയ നിയമത്തിൽ യഹൂദന്മാർ അനുഭവിച്ച ശബത്ത് എന്ന്. അപ്പൊ അഞ്ചാമത്തെ പറയുന്നത് നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ദീർഘായുസ് ഉണ്ടാകേണ്ടതിന്. അത് ഇത്തിരി പാടാണെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അനുസരിച്ച് പോകും. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഇതൊക്കെ നമ്മളാരും അങ്ങനെ ചെയ്യുന്നില്ല. അതൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ആകെ ഇത്തിരി പാടുള്ളത് ഈ അവസാനത്തെ കൂട്ടുകാരന്റെ ആവുന്നു മോഹിക്കരുത്, അന്യന്റെ ആവും. അതിപ്പോ നമ്മൾ മോഹിക്കേണ്ട കാര്യമില്ല. അന്നത്തെ കാലത്ത് കഴുത, കുതിര, കാള അതൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പം അങ്ങനെ ഒരു മോഹിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇന്നത്തെ കാലത്ത് കാറ്, വീട് അതൊക്കെ ഒരാളുടെ മോഹിക്കുന്ന എന്തിനാ? ഇതൊക്കെ നമുക്ക് പുതുതുണ്ടാക്കാം. അല്ല ഗ്യാരേജ് കിടപ്പുണ്ടല്ലോ, വേറൊരാളുടെ മോഹിക്കണ്ടല്ലോ. അപ്പൊ ഒരു ലൈൻ സൈഡിൽ കൂടെ നോക്കിയാൽ ഈ പഴയ നിയമത്തിലെ പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമാണ്. പക്ഷെ ഒരു പ്രോബ്ലം വരുന്നത് എപ്പോഴാണെന്നറിയോ? കർത്താവ് ഇതിനെ രണ്ടായിട്ട് ചുരുക്കി കളഞ്ഞപ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. ഒരു ശാസ്ത്രി ഒന്ന് കർത്താവിനോട് ചോദിക്കുന്നത് ന്യായപ്രമാണത്തിലെ ഘനമേറിയ കൽപ്പനയാണ്. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങി. ഈ രണ്ട് കൽപ്പനകളും മാങ്ങാണ്ടിയാ. ഞാൻ ഇന്നലെ പറഞ്ഞ മാങ്ങാണ്ടി ഓർമ്മയുണ്ടോ? 10 കൽപ്പനകൾ നമുക്ക് എങ്ങനെയെങ്കിലും തിന്നാം. പക്ഷെ ആ മാങ്ങാണ്ടി അകത്തെ ഭാഗം ലവ്, അഗപ്പെ, ഒരു രക്ഷയില്ല. ദൈവത്തോട് നമുക്ക് എന്തോ ഒരു സ്നേഹം ഉണ്ടെന്ന് നമ്മൾ പരീക്ഷിക്കുന്നത് നിർത്താം. അത് കർത്താവ് പലപ്പോഴും പരീക്ഷിച്ച് നമ്മൾ തോറ്റു പോയിട്ടുള്ളതാണ്. നമ്മുടെ അയൽവക്കക്കാരനോട് എന്തോ ഒരു സ്നേഹം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്റെ മകൻ എക്സാമിനേഷന് തോറ്റു എന്ന് വിചാരിച്ചോ, എനിക്ക് ഭയങ്കര സങ്കടമായി. അയ്യോ തോറ്റുപോയല്ലോ, ഭയങ്കര സങ്കടമായതുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. എന്റെ അയൽവക്കത്തെ സഹോദരന്റെ മോനും എക്സാമിനേഷന് തോറ്റിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര വിഷമമായിരിക്കും ഉണ്ടാകുന്നത്, അതൊരു ആശ്വാസമായിരിക്കും ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൻ തോറ്റത് ഒരു ആശ്വാസമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവനെ എന്റെ മോനെ പോലെ സ്നേഹിക്കണം എന്നൊക്കെ കൽപ്പനയെങ്കിലും അത് എന്റെ ശരീരത്തിൽ അങ്ങനെ ഉണ്ടാകാറില്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആ അഗപ്പെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് ആന്തരിക കൽപ്പന എപ്പോഴും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ കിഡ്നി കൊടുത്താലും, ഒരാൾക്ക് കിഡ്നി കൊടുത്താലും പുറമേ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അകത്ത് അവനോട് ആ അഗപ്പെ ഉണ്ടാവില്ല. അവനെങ്ങാനും കിഡ്നി വെച്ചോണ്ട് നിങ്ങളെ ചീത്ത പറഞ്ഞാൽ അവൻ ഞാൻ പറയാം, എന്റെ ദൈവമേ എന്റെ കിഡ്നി വേറെ ആർക്കെങ്കിലും കൊടുക്കായിരുന്നല്ലോ, അവനെ നശിപ്പിച്ചല്ലോ എന്ന് പറയുള്ളൂ. നമുക്ക് എല്ലാ പണിയും ചെയ്യാൻ പറ്റും. ശരീരം ചുടാൻ വരെ ഏൽപ്പിക്കാൻ പറ്റും. മാങ്ങാ പഴവും അതിന്റെ തൊലിയും അതിന്റെ ഞെട്ടും കഴിക്കാൻ പറ്റും. പക്ഷെ മാങ്ങ ഒരു രക്ഷയില്ല, കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പഴയ നിയമത്തിലെ ആൾക്കാരെല്ലാം വിചാരിച്ചിരുന്നത് ഈ പറ്റുന്നിടത്തോളം തിന്ന് ഞങ്ങൾക്ക് ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കർത്താവ് വന്നിട്ട് പറഞ്ഞു, ന്യായപ്രമാണം നിവർത്തിക്കാൻ വേണ്ടി ഞാൻ വന്നത് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ കട്ടിയായ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, മോശ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മാങ്ങ പഴമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നതല്ല മാങ്ങാണ്ടിയാണ്, എന്ത് ചെയ്യും? എന്നിട്ട് കർത്താവ് പറയും, ഇത് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ പുതിയ നിയമം നമുക്ക് എടുത്താൽ പൊങ്ങാത്ത, കടിച്ചാൽ പൊട്ടാത്ത കാര്യമായി മാറി. ഇങ്ങനെയാണ് നമ്മളെല്ലാം പാപികളായി മാറിയത്. മീശ പഠിക്കുന്ന കാര്യവും ആഭരണം ഊരുന്ന കാര്യവും വെള്ളവസ്ത്രം ധരിക്കുന്ന കാര്യവും പറയുമായിരുന്നെങ്കിൽ നമ്മളെല്ലാം നീതിമാന്മാരായിരുന്നു. പക്ഷെ നമ്മൾ പാപികളായത് എപ്പോഴാണെന്നറിയോ? നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂടുന്നേരത്ത് എറിഞ്ഞു കളയുക, പാപിയായി. പിന്നെ നമ്മൾ പാപി അല്ലാന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഗിരിപ്രഭാഷണം വായിക്കുന്നില്ല. നിന്റെ വീട്ടിൽ ഒരു അത്താഴമോ മുത്താഴമോ നടക്കുമ്പോൾ കുരുടരെയും ബദിരരെയും മുടുന്നു. എന്റെ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ ഒരൊറ്റ കൽപ്പന പോലും സ്നാനമല്ലാതെ അനുസരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, 10-ാം അധ്യായം, 13-ാം അധ്യായം, ഏത് അധ്യായം വായിച്ചാലും മാങ്ങേണ്ടിയാ.
പുതിയ നിയമത്തിൽ മനുഷ്യൻ അനുസരിക്കാൻ പറ്റുന്ന ഒരൊറ്റ കൽപ്പന പോലും കൊടുത്തിട്ടില്ല. എന്നാൽ ഇതനുസരിക്കാത്തവരാരും സ്വർഗത്തിൽ പോകത്തുമില്ല. ഈ ബൈബിളിൽ ഒരു വിരോധാഭാസം നോക്കണം. ഒരിക്കലും മനുഷ്യൻ അനുസരിക്കാൻ പറ്റാത്ത കുറെ കൽപ്പനകൾ കൊടുത്തിട്ട് കർത്താവ് പറയാണ് ഇതനുസരിക്കാത്തവരാരും സ്വർഗത്തിൽ പോകില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടമാണിത്, ഇതനുസരിക്കാത്ത ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എന്നെ കർത്താവെ കർത്താവെ എന്ന് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല, ഇതനുസരിച്ചേ പറ്റൂ. ഇത് കേൾക്കുമ്പോഴാണ് പരീശനും ചുങ്കക്കാരനും ശാസ്ത്രിയും വിധവയും ദരിദ്രനും വ്യഭിചാരിണിയും എല്ലാവരും ഒരുപോലെ ദരിദ്രന്മാരായി പോകുന്നത് കർത്താവിന്റെ ഈ ആന്തരികമായ കൽപ്പനകൾ കാണുമ്പോഴാണ്. യേശുക്രിസ്തു അതിനെ ഒന്നും കൂടെ നവീകരിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ കൽപ്പന ഇത്രേ ഉള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. പഴയ നിയമത്തിൽ പിന്നെ എന്റെ കപ്പാസിറ്റി അനുസരിച്ച് മതിയായിരുന്നു. പുതിയ നിയമത്തിൽ ഞാൻ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ കർത്താവിന്റെ കപ്പാസിറ്റി അനുസരിച്ച് വേണം. യേശു എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സ്നേഹം ഞാൻ എന്റെ അയൽവക്കക്കാരന് കൊടുത്തില്ലെങ്കിൽ ഞാൻ പാപിയാ, ഐ എം എ സിന്നർ. അപ്പൊ എത്ര പേര് സ്വർഗത്തിൽ പോകും സഹോദരങ്ങളെ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, ഞാൻ കൈവക്കാൻ പറഞ്ഞേനെ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവര്. കാരണം ദൈവത്തിന്റെ ഒരു കൽപ്പന അനുസരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, പറ്റുകയില്ല. എന്നാൽ ഇതനുസരിക്കാത്തവരാരും സ്വർഗത്തിൽ പോവുകയില്ല. അനുസരിച്ചേ പറ്റൂ. എന്ത് ചെയ്യും? അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണത്താൽ ഇത്രയും കട്ടിയായ ഒരു പ്രമാണം കൊടുത്തിട്ട് സകല മനുഷ്യരെയും പൂട്ടിക്കളഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ ലഘുവായ ഒരു പ്രമാണം കൊടുത്തിരുന്ന കുറെ ആൾക്കാര് രക്ഷപ്പെട്ടു പോയേനെ. പക്ഷെ ഇതാരും പ്രമാണത്താൽ രക്ഷപ്പെടണ്ട എന്ന് കർത്താവ് തീരുമാനിച്ചു. അതുകൊണ്ട് ഒരു മനുഷ്യന് സാധിക്കാത്ത പ്രമാണത്തെ കൊടുത്തു. അതാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഗലാത്യർ 3:21-22 കൂടെ വായിക്കണമെന്ന്. നിങ്ങൾ എല്ലാവരും അത് കൃത്യമായിട്ട് വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വായിക്കാം. ഗലാത്യർ 3:21-22 ഇതേ കാര്യങ്ങളാണ് അവിടെ ആവർത്തിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളും അല്ല. അപ്പൊ പ്രമാണം മോശമാണോ? ഈ പ്രമാണം കൊണ്ട് എല്ലാവർക്കും പാപബോധമാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രമാണം മോശമാണോ? അല്ല, ഒരു നാളും അല്ല. അതായത് ഈ കൃപക്കാരെന്ന് പറഞ്ഞൊരു വർഗം നമ്മുടെ ഇടയിൽ വന്നായിരുന്നു. അവർക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ന്യായപ്രമാണം അപകടമാണെന്ന് അവർ പറഞ്ഞെന്നുള്ളതാണ്. പക്ഷെ ന്യായപ്രമാണം ഇല്ലാതെ പറ്റില്ല. പാപബോധം ഉണ്ടാകണമെങ്കിൽ ഈ പ്രമാണം വേണം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. അടുത്ത വാക്യം നോക്കിയേ. ജീവിപ്പിക്കാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ആ ന്യായപ്രമാണം വാസ്തവമായും നീതിക്ക് ആധാരമാകുമായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവരും പറയാമായിരുന്നു, ഇങ്ങനെ ജീവിച്ചാൽ മതി ബ്രദറെ സ്വർഗത്തിൽ പോകാം എന്ന് പറയാമായിരുന്നു. ജീവിപ്പിക്കാൻ പറ്റിയൊരു പ്രമാണം തന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. അടുത്ത വാക്യം പറയാണ്, 22-ാം വാക്യം, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴെ അടച്ചു കളഞ്ഞു. But the scripture has concluded all under sin, that the promise by faith of Jesus Christ might be given to them that believe. വിശ്വസിക്കുന്നവര് മാത്രം രക്ഷപ്പെടാൻ വേണ്ടി ദൈവം പ്രവൃത്തിയാൽ അന്വേഷിക്കുന്നവരെല്ലാം പൂട്ടിക്കളഞ്ഞു. കാരണം സ്വർഗത്തിലെ നീതി വെളിപ്പെടുത്തി മനുഷ്യരെ കൊണ്ട് പറ്റാതായി. അപ്പൊ മാങ്ങാപ്പഴം ഇങ്ങനെ കയ്യിലിരിക്കുവാണ്. നമ്മൾ കുറെയൊക്കെ തിന്നിട്ട് കർത്താവ് ഇത്രയും തിന്ന എന്നെ അനുഗ്രഹിക്കുന്നു വിചാരിക്കുകയാണ്. പക്ഷെ കർത്താവ് ഇന്ന് മുഴുവൻ തിന്നണം, ഫുൾ ഫിനിഷ് ഇറ്റ്. അപ്പോ വി ആർ ഇൻ എ ബിഗ് ട്രബിൾ. നമുക്ക് ഭയങ്കര പ്രതിസന്ധിയിലാണ്. നമ്മൾ ഇത് അനുസരിച്ച് പറ്റുള്ളൂ താനും, നമ്മളെ കൊണ്ട് ഇതൊട്ട് പറ്റത്തില്ല. വാട്ട് വിൽ വി ഡു? ഇതാണ് കർത്താവിന്റെ സാൽവേഷൻ. രക്ഷ നമ്മളെ അന്വേഷിച്ച് വരുന്നത് അവിടെയാണ്. നമുക്ക് റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുന്നു. ഇപ്പോഴും 20-ാം വാക്യം, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ അയ്യോ എനിക്ക് പറ്റുന്നില്ലേ എന്ന പാപത്തിന്റെ പരിജ്ഞാനമാണ് വരുന്നത്. എത്ര സിമ്പിൾ ആയിട്ടല്ലേ ബൈബിൾ പറയുന്നത്. അപ്പൊ ന്യായപ്രമാണം എവിടെ തന്നാലും നമുക്ക് അതിന്റെ ആന്തരിക പ്രമാണം കാണുവാണെങ്കിൽ, ബാഹ്യമായത് കാണുവാണെങ്കിൽ നമ്മൾ സ്വയനീതിക്കാരായിട്ട് മാറും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. പക്ഷെ ആന്തരികമായ പ്രമാണം നമ്മൾ കാണുവാണെങ്കിൽ
നമ്മൾ സ്വയനീതിക്കാരാവുകയില്ലെന്ന് മാത്രമല്ല, ആത്മാവിൽ ദരിദ്രരായി മാറും. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണം കൂടാതെ എങ്ങനെയാണ് നീതി വരുന്നത്? ഈ വാക്യം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് രണ്ട് തരത്തിലുള്ള നീതിയുണ്ട്. ഒന്ന് പ്രമാണം കൊണ്ട് വരുന്നതും മറ്റൊന്ന് പ്രമാണമില്ലാതെ വരുന്നതും, വിശ്വാസത്താൽ വരുന്നതും. ഈ രണ്ട് നീതികൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൽ ഏതാണ് ഉന്നതമായ നീതി നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, മനസ്സിൽ പറഞ്ഞാൽ മതി, ആലോചിച്ച് നോക്കിയാൽ മതി. എൻ്റെ വീട് എക്സാമ്പിൾ, ഞാൻ എൻ്റെ മക്കളോട് പറയുകയാണ്, മക്കളെ ഞാൻ ഇന്ന് വെളിയിൽ പോയിട്ട് വരുമ്പോഴേക്കും ഈ വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടണം, കൽപ്പന. ഇപ്പൊ കൽപ്പനയുടെ കൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ വീടിന് വെളിയിൽ ഇറക്കി വിടും, നിങ്ങൾക്ക് പിന്നെ വീടുണ്ടാവില്ല, നിങ്ങളെ ഞാൻ പറഞ്ഞു വെളിയിൽ വിടും, നരകം. അപ്പൊ ഇവർ വളരെ കഷ്ടപ്പെട്ട് അനുസരിക്കുകയാണ്. കാരണം ഒരു പ്രമാണമുണ്ട്, അനുസരിച്ചേ പറ്റൂ. അതാണ് പ്രമാണത്താൽ വരുന്ന നീതി. ഇനി അടുത്ത നീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെളിയിൽ പോവാണ്, വീട്ടിലാരുമില്ല. അപ്പൊ ഈ കൊച്ചു വിചാരിക്കുകയാണ്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൻ തിരിച്ചു വരുമ്പോഴേക്ക് ഈ മുറിയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടാൽ അപ്പനൊരു സന്തോഷമാണ്, ഞാൻ അപ്പന്റെ സന്തോഷത്തിന് വേണ്ടി അത് ചെയ്യാൻ പോവാണ് എന്നൊരു മകൻ പറഞ്ഞുകൊണ്ട് അവൻ അനുസരിക്കുകയാണെങ്കിൽ, ഇതിലേതാണ് കുറച്ചും കൂടെ മനോഹരമായ പ്രസാദകരമായ നീതി? ഭയത്താൽ വരുന്നതാണോ പുത്രത്വത്താൽ വരുന്നതാണോ? അപ്പൊ ദൈവത്തിന്റെ നീതി വിശ്വാസത്തിലൂടെ വെളിപ്പെട്ടപ്പോൾ അത് ഭയത്തിലൂടെ അല്ല വന്നത്, സ്നേഹത്തിലൂടെയാണ് വന്നത്. അതാണ് ഉന്നതമായ നീതി, വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വിശുദ്ധീകരണം ഒരിക്കലും ഭയത്താൽ സംഭവിക്കുന്നില്ല, വിശുദ്ധീകരണം എപ്പോഴും സംഭവിക്കുന്ന സ്നേഹത്തിലാണ്. അടുത്ത വാക്യം പറയുന്നത്, പ്രമാണമില്ലാത്ത നീതി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രമാണം ഉള്ളത് കൊണ്ടല്ല, പിന്നെയോ എന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്. ഞാൻ കള്ളു കുടിക്കാത്തത് കള്ളു കുടിക്കരുത് എന്നൊരു നിയമം ഉള്ളത് കൊണ്ടല്ല, എന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ എൻ്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കണം എന്നുള്ളൊരു കൽപ്പന ഉണ്ട്, അതുകൊണ്ടല്ല പക്ഷെ ഞാൻ സ്നേഹിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിന്റെ സ്വഭാവം കാരണമാണ് ഞാൻ സ്നേഹിക്കുന്നത്. എനിക്കതേ പറ്റൂ. ദാറ്റ്സ് മൈ നേച്ചർ, ഇൻഹെറിറ്റഡ് നേച്ചർ. അത് പ്രമാണത്താലല്ല വരുന്നത്, സ്വഭാവത്തിൽ നിന്നാണ് വരുന്നത്, പ്രകൃതത്തിൽ നിന്നാണ് വരുന്നത്, എൻ്റെ അകത്തുനിന്നാണ് വരുന്നത്, യേശു അകത്ത് വസിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. ആ പ്രമാണമാണ് വിശുദ്ധീകരണത്തിന്റെ പ്രമാണം. അടുത്ത വാക്യം പറയാണ്, ഇപ്പോൾ ദൈവത്തിന്റെ നീതി, 21 വാക്യം പറയാം, ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരും. അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു ശിശുപാലകനാണ്. അത് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രമാണം ഇല്ലാന്ന് നമുക്ക് പറ്റില്ല. പ്രമാണം നമ്മൾ എവിടെ എത്തിക്കണം? നമ്മളെ പാപബോധം വരുത്തി, നിലവിളിപ്പിച്ച്, അലറി കരയിപ്പിച്ച്, അയ്യോ ഞാൻ പാപിയാണേന്ന് നിലവിളിച്ച് രക്ഷകന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമാറാക്കുന്നത് ന്യായപ്രമാണം. അതില്ല നമുക്ക് കർത്താവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ പറ്റും. അപ്പൊ പാപബോധം വരുത്തുകയും ആ പാപബോധം എന്നെ തകർക്കുകയും ക്രിസ്തുവില്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്ന് എനിക്ക് വെളിവാക്കി തരികയും ചെയ്യുന്നത് ഈ പ്രമാണം. അപ്പൊ ന്യായപ്രമാണം പാപബോധം വരുത്തണം, എപ്പോഴും അത് വരുത്തിക്കൊണ്ടിരിക്കണം. എന്റെ കഴിവില്ലായ്മയെ അത് കാണിച്ചു തരണം. ക്രിസ്തുവിലേക്ക് നോക്കുവാൻ, അവനിലുള്ള വിശ്വാസത്താൽ വരുന്ന നീതീകരണത്തിലേക്ക് നോക്കുവാൻ എന്നെ അത് സഹായിക്കണം. ഓക്കെ, അപ്പൊ ഈ പാപത്തെ കുറിച്ച് പറയുമ്പോൾ അടുത്ത വാക്യം പറയുന്നത്, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എന്തിനാ സാക്ഷ്യം പറയുന്നത് അറിയോ? ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നത് അടുത്ത വാക്യമാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ന്യായപ്രമാണത്തിന്റെ സാക്ഷ്യം രണ്ടുണ്ട്. ഒന്ന് മുകളിൽ പറയുന്നത് ദൈവനീതി ക്രിസ്തുവിനോട് വെളിപ്പെടും എന്നുള്ളതിന് സാക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ന്യായപ്രമാണം പറയുന്നുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ലോകത്ത് ഒരു മനുഷ്യരും ഇല്ല. അടുത്ത വാക്യമാണ് ക്രിസ്ത്യൻ ടീച്ചിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുണീക്ക് ആയിട്ടുള്ള, ഒരാൾക്കും മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടാത്ത ആ രഹസ്യം ഇവിടെ പറയുകയാണ്,
അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അവർ ജസ്റ്റിഫിക്കേഷൻ ഈസ് ഫ്രീ. ഒരു പ്രവൃത്തിയാലുമല്ല. അപ്പൊ മനുഷ്യൻ പറയും, അങ്ങനെ വേണ്ട കർത്താവേ, അങ്ങനെ വേണ്ട, നീ എനിക്ക് സൗജന്യമായിട്ട് ഒന്നും തരണ്ട, ഞാൻ അങ്ങനെ ചീപ്പല്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, കുറച്ച് പണി ഞാനിവിടെ ചെയ്യാം, എന്നിട്ട് നീ നിന്റെ വാഗ്ദത്തം എന്റെ പണിയിലൂടെ അങ്ങ് പൂർത്തിയാക്കി തന്നാൽ മതി. കർത്താവ് പറയും, പോയി പണി നോക്ക്. നമുക്ക് എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എബ്രഹാമിന് അങ്ങനെ പറ്റിയ നമ്മുടെ എബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് ഇനി കാണാൻ പോവാം. 4-ാം അധ്യായം മുഴുവൻ അതാ. എബ്രഹാമിന് ദൈവം വലിയൊരു വാഗ്ദത്തം കൊടുത്ത് എബ്രഹാം വിചാരിച്ച് ദൈവത്തെ ഒന്ന് സഹായിച്ചേക്കാം. അങ്ങനെ സഹായിച്ചാണ് ഇസ്മായിൽ ഉണ്ടായത്. പിന്നെ എന്താ ഉണ്ടായെന്നുള്ള കാര്യം നിങ്ങളോട് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം പൂർത്തിയാക്കാൻ മനുഷ്യന്റെ സഹായം ചെല്ലുമ്പോൾ ഇസഹാക്കല്ല ഉണ്ടാകുന്നത്, ഇസ്മായിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു പ്രോബ്ലം ഉള്ളൂ. അപ്പൊ ഇവിടെ പറയാണ്, പൗലോസ് പറയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിനകത്ത് നിങ്ങളുടെ ഒരു ചെലവില്ല. കർത്താവ് സൗജന്യമായിട്ട് നിങ്ങളെ നീതീകരിക്കാൻ വേണ്ടി. കാരണം ദൈവം എന്തെങ്കിലും നമുക്ക് തന്നാൽ അത് സൗജന്യമായിട്ടേ തരാൻ പറ്റുള്ളൂ. ദൈവം തന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കി, നല്ലപോലെ ആഞ്ഞൊന്ന് ശ്വസിച്ച് ഫ്രീ. പിന്നെ വെള്ളം ഇന്ന് കമ്പനിക്കാർ കുത്തകയായിട്ട് മേടിച്ച് വിലക്ക് വിൽക്കുന്നുണ്ട്. പക്ഷെ ദൈവം അത് പ്രകൃതിയിൽ തരുമ്പോൾ, ദൈവം തരുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ദൈവം തരുന്ന സൂര്യപ്രകാശം ഉൾപ്പെടെ ദൈവം എന്തെല്ലാം നമുക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾ ഫ്രീ ആയിട്ട് കിട്ടിയതാ. നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചാണോ? അല്ല. 1 രൂപ ചെലവില്ലാതെയല്ലേ നിങ്ങൾക്ക് അപ്പനെ അമ്മേനെ കിട്ടിയത്? മക്കളെ കിട്ടിയത് എന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല. വിലയുള്ള എന്ത് സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല, അതെല്ലാം ഫ്രീ ആയിരുന്നു. ആണോ അല്ലയോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ ബാഗില്, ഈ ട്രെയിനിന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറെ ആൾക്കാർ ഇപ്പുണ്ട്, ജനറൽ കമ്പാർട്ട്മെന്റ്. അപ്പൊ അവര് നോക്കിയപ്പോ ഞങ്ങളുടെ ബാഗിനകത്തുനിന്ന് ഒരു കൊച്ചിന്റെ കാല് വെളിയിലോട്ട് കാണും. തലയും കുത്തിയാ കൊച്ച് ഞങ്ങളുടെ ബാഗിൽ. അവര് ഭയങ്കര ബഹളം വെച്ചതേ കൊച്ചു ബാഗിനകത്ത് കൊച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു. അതിനകത്ത് വേറെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ, അത് കൊച്ചിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബൊമ്മയാ. അത് വെളിയിട്ടെടുത്തപ്പോ ആൾക്കാരെല്ലാം, അപ്പൊ കാണിച്ചവരെല്ലാം ചിരിക്കുക പോലും ചെയ്യാൻ പറ്റാതായി പോയി. കാരണം അതൊരു ബൊമ്മയായിരുന്നു. ആ കാല് കണ്ട ഒറിജിനൽ കൊച്ചിന്റെ കാല്. ഇപ്പുറത്ത് 2 കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. അത് വില കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടിയതാ. പക്ഷെ ഈ ബൊമ്മയുണ്ടല്ലോ പൈസ കൊടുത്ത് മേടിച്ച. ഏതിനാ വില? ഈ ഇപ്പുറത്തിരിക്കുന്ന 2 പിള്ളേർക്കാണോ അതോ ഈ ബാഗിനകത്തിരിക്കുന്ന ബൊമ്മയ്ക്കാണോ വില? ഏതിനാ പൈസ കൊടുത്ത് മേടിച്ച്? നിങ്ങളോടൊരു സത്യം ഞാൻ തുറന്നു പറയാം, ആരോടും പറയണ്ട. പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാം പോക്ക് സാധനങ്ങളാണ്. അതിനൊന്നും നിത്യജീവനിൽ യാതൊരു വിലയും ഇല്ല. നിങ്ങൾക്ക് ദൈവം എന്ത് സൗജന്യമായി തന്നിട്ടുണ്ടോ അതിന് മാത്രമേ വിലയുള്ളൂ. ഒന്ന് എണ്ണി നോക്കി ദൈവത്തെ സ്തുതിച്ചു നോക്കി, എല്ലാം സൗജന്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രക്ഷയാണ്. ഈ രക്ഷയ്ക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ദൈവം അത് സൗജന്യമായിട്ട് വെക്കാൻ തീരുമാനിച്ചു. സകല മനുഷ്യരോടും കർത്താവ് പറഞ്ഞു, ഈ എന്തെങ്കിലും ഒരു കാശ് അതിനകത്ത്, എന്തെങ്കിലും ഒരു പ്രവൃത്തി അതിനകത്ത് വെച്ചായിരുന്നെങ്കിലുണ്ടല്ലോ കുറെ മിടുക്കന്മാർ രക്ഷപ്പെട്ടേനെ. നല്ല കുടുംബത്തിൽ പിറന്നവര്, കൽപ്പന അനുസരിക്കാൻ ചെറുപ്പം തൊട്ട് പ്രാക്ടീസ് ഉള്ളവര്, യഹൂദന്മാര്, ഇവരെല്ലാം അനുസരിച്ച് രക്ഷപ്പെട്ടേനെ. പാപികൾ രക്ഷപ്പെടില്ല. അപ്പൊ കർത്താവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് പൂട്ടിയിട്ട് പറഞ്ഞു, ആർക്കേലും രക്ഷപ്പെടണേ വിശ്വാസത്തെ രക്ഷപ്പെട്ടോ. സൗജന്യമാണ്, വിശ്വസിച്ചാൽ മതി, ഞാൻ നിന്നെ രക്ഷിക്കും. വാഗ്ദത്തം, വിശ്വസിക്കേ, ഇറങ്ങി വാ, രക്ഷപ്പെട്ടോ. ഈ രക്ഷയ്ക്ക് ഭയങ്കര പവറാണ്. അത് നമ്മളെ തേജസ്കരിക്കുന്നു മാത്രമല്ല, നമ്മളെ വിശുദ്ധീകരിക്കും, നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം തരും. രക്ഷ എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകുന്ന പരിപാടിയല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇത് നിങ്ങൾ അടിവരയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചോ, രക്ഷ എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകുന്ന പരിപാടി അല്ല. രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് ലഭിച്ച്, അവന്റെ അതേ തേജസ് നമുക്ക് ലഭിച്ച് അവനെ പോലെയായി മാറുന്ന പരിപാടിയാണ് രക്ഷ. സാൽവേഷൻ ഈസ് ഗെയിനിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നേടുന്നതിനെയാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ദൈവമാണ് നമ്മുടെ അതിമഹത്തായ പ്രതിഫലം. ഇത് വീണ്ടും വീണ്ടും ഓർക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായിരിക്കും.
അപ്പൊ സാൽവേഷൻ, രക്ഷ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന സ്വർഗമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെയാണ്. നിങ്ങൾ ഒരിക്കലും ഞാൻ സ്വർഗത്തിൽ പോകുന്നുള്ള ചോദ്യം ചോദിക്കരുത്. ഞാൻ യേശുവിനെ പോലെ ആകും എന്ന് വിശ്വസിക്കണം. കർത്താവ് അതങ്ങനെ ചെയ്യും, അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിട്ട് കളഞ്ഞിരിക്കുന്നു എന്നെ തന്നെ, അവൻ എന്നാ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഇതാണ് ഫെയ്ത്ത്. ആ വിശ്വാസം എന്താ നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നീട് കാണും. അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ എത്ര പ്രാവശ്യം കേട്ടാലും കുഴപ്പമില്ല. സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ അൺബിലീവേഴ്സ് അലോൺ. സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും 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 കേൾക്കേണ്ടതാ. കാരണം ഇത് വചനം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെടുകയും ആ വിശ്വാസത്തിൽ നമ്മൾ വളരുകയും ക്രിസ്തുവിന്റെ പ്രത്യാശയുടെ വാഗ്ദത്തങ്ങളിലേക്ക് ഉറ്റുനോക്കുകയും അങ്ങോട്ട് മുറുകെ പറ്റുന്ന പാപത്തെയും ഭാരത്തെയും വിട്ട് ഓടുകയും ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. സോ സാൽവേഷൻ എൻറ്റൈൽസ് ഇൻ ഇറ്റ് സെൽഫ് എ വാക്ക് ടു ഗ്ലോറി ആൻഡ് എക്സലൻസ് ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിന്റെ നീതീകരണം നമുക്ക് സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. നമ്മളത് ഈ സത്യം പറഞ്ഞാൽ ഈ 3-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ 7-ാം അധ്യായം വായിക്കേണ്ടത്, എങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. 4, 5, 6 അതിന് ശേഷം വായിച്ചാൽ മതി. ശരിക്കും 7-ാം അധ്യായം ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു അധ്യായമാണ്. നമുക്ക് നോക്കാം ഏത് വഴി നമ്മൾ പോകുന്നെന്ന് ഇപ്പോഴും അറിയില്ല. നമ്മൾ മുമ്പോട്ട് പോവാം. 25-ാം വാക്യം സൗജന്യമായ എത്രയും നമ്മൾ കണ്ടു. 25-ാം വാക്യം പറയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു ആർക്കു വേണ്ടിയാണ് മരിച്ചത്? ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണോ അതോ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചതെന്ന്. എന്നാൽ വേദപുസ്തകം അങ്ങനെ അല്ല പറയുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 9. അതിങ്ങനെയാണ്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. ശ്രദ്ധിച്ചോ, അത് മഹാപുരോഹിത പ്രാർത്ഥനയാ. കർത്താവ് യാഗം അർപ്പിക്കാൻ പോവാ നമുക്കെല്ലാം വേണ്ടി. അതിനു മുമ്പ് മഹാപുരോഹിതൻ തന്റെ ശരീരത്തെ അർപ്പിക്കുന്നതിന് മുൻപ് അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെയാണ്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ. അവിടെ ശരിക്കും 11 പേർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ പ്രാർത്ഥന നടത്തുന്നത്. 20-ാം വാക്യം നോക്കിക്കേ. 20-ാം വാക്യം പറയുന്നത്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർ പ്രസംഗിക്കുന്ന വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ അപേക്ഷയിൽ ആരെല്ലാം ഉണ്ട്? ശിഷ്യന്മാരുണ്ടെന്ന് മാത്രമല്ല, ഈ ശിഷ്യന്മാരുടെ പ്രസംഗം ഇനി ആരെല്ലാം ഈ ലോകത്ത് വിശ്വസിക്കുമോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. യോഹന്നാൻ 3:16 അങ്ങനെ പറയുന്നത്, തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കും. നമ്മുടെ എല്ലാ കല്യാണത്തിനും വായിക്കുന്ന ഒരു അധ്യായം ഏതാന്ന് അവർ ഓർക്കാമോ? എഫേസ്യ ലേഖനം 5:22 മുതലുള്ള വാക്യം. ഈ എഫേസ്യർ 5:22 മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു ആർക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാന്ന് എഴുതിയേക്കുന്ന ഓർമ്മയുണ്ടോ? എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. ഭർത്താക്കന്മാരുള്ളത് മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ, ഭാര്യമാർ വിഷമിക്കണ്ട. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ. ഇതെനിക്ക് വായിക്കുമ്പോൾ എല്ലാം പേടിയാണ്. സത്യം പറഞ്ഞാൽ ഭാര്യമാർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് വായിക്കുമ്പോഴാണ് കൂടുതൽ സങ്കടം. പക്ഷെ ശരിക്കും 26-ാം വാക്യം തൊട്ട് വായിക്കുമ്പോഴാണ്, 25 തൊട്ട് വായിക്കുമ്പോഴാണ് ശരിക്കും പേടിയാവും. അവിടെ പറഞ്ഞേക്കുന്ന ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചോ, ആ സഭ എന്തെങ്കിലും ഗുണമുള്ള സഭ ആയിരുന്നേലും വേണ്ടില്ല. ആ കർത്താവ് രാത്രി മുഴുവൻ നിന്ന് പ്രാർത്ഥിച്ച് അവന് കിട്ടിയ സഭയിലാണ് ഒരു യൂദ ഉണ്ടായിരുന്നത്. ആ 11 പേരും കർത്താവ് ക്രൂശിക്കപ്പെട്ട ഓടിയ അങ്ങ് അത്ര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കർത്താവിന് കിട്ടിയ മണവാട്ടി. കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? സഭയെ അങ്ങ് സ്നേഹിച്ചിട്ട് അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു. കർത്താവ് ആർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്? അവന്റെ സഭയ്ക്ക് വേണ്ടിയാണ്. ഞാനിതൊരിക്കലും മല്ലപ്പള്ളിയിലുള്ള ഒരു ചർച്ചിൽ പ്രസംഗിക്കുമായിരുന്നു. കർത്താവ്
നമുക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത് പിതാവിനോട്. ഒരു ആന്റി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ എൻ്റെ മക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ ആര് പ്രാർത്ഥിച്ചിട്ടാ രക്ഷിക്കപ്പെട്ടത്? ഇപ്പോഴാ മനസ്സിലായത്, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പം എന്റെ പേരും കൂടെ പറഞ്ഞ് അന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അതുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, അന്ന് ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും ആദ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കർത്താവ്. അപ്പൊ അവന്റെ പ്രാർത്ഥനയാണ് എന്നെ രക്ഷിച്ചത്. അത് എത്ര അത്ഭുതകരമാണ്. ആ വലിയ പ്രാർത്ഥന ലിസ്റ്റ് പിതാവിന്റെ അടുക്കിലേക്ക് പുത്രൻ കൊടുക്കുമ്പോൾ അതിന് എവിടെയോ എന്റെ പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാസ്റ്റർമാർ എന്നെ വിടാതെ പുറകെ നടന്നത്. കാരണം ദൈവം എന്നെ വിടുകയില്ലായിരുന്നു. കാരണം അവന്റെ പ്രാർത്ഥനകൾ, മധ്യസ്ഥനായ കർത്താവിന്റെ പ്രാർത്ഥനകൾ ഒന്നും കേൾക്കപ്പെടാതെ പോവുകയില്ല. അപ്പോൾ ആർക്കെല്ലാം വിശ്വസിക്കാം? എല്ലാവർക്കും വിശ്വസിക്കാം. ആർക്ക് വേണേലും വിശ്വസിക്കാം. ദൈവം ആരെയും വിശ്വാസത്തിൽ നിന്ന് തടഞ്ഞിട്ടില്ല. ലോകത്തിൽ ഏതും മനുഷ്യനും വിശ്വസിക്കാം. പക്ഷേ വിശ്വസിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അവർക്ക് വേണ്ടി മാത്രമേ യേശുക്രിസ്തുവിന്റെ ഗുണകരമായ രക്തം സംസാരിക്കുന്നുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് മാത്രം. അത് ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷെ വിശ്വസിക്കുന്നവർ മാത്രമേ രക്ഷ പ്രാപിക്കുള്ളൂ. ലോകത്തിൽ വേറെ ആരും രക്ഷ പ്രാപിക്കില്ല. അപ്പൊ കർത്താവ് മരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, 3-ാം അധ്യായത്തില് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഇങ്ങനെയാണ്. 25-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പൊ വിശ്വസിച്ചോ, ആര് വേണേലും വിശ്വസിച്ചോ, ആരെല്ലാം വിശ്വസിക്കുന്നു അവർക്കെല്ലാം കർത്താവ് പ്രായശ്ചിത്തമാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവന് നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ നീതി എങ്ങനെയാണ് ക്രൂശിൽ പ്രദർശിപ്പിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിക്കൊണ്ടാണ് ദൈവം അവന്റെ നീതിയെ പ്രസിദ്ധമാക്കിയത്. ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കിയോ, നമ്മൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ നീതി എങ്ങനെയാണ് ദൈവം പ്രദർശിപ്പിച്ചത് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ജീവിക്കുന്ന ലെവൽ ഇതാന്ന് വിചാരിച്ചോ. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എന്നേക്കാൾ നീതിമാന്മാർ എന്റെ മുകളിലുണ്ട്, എന്നേക്കാൾ നീതി കുറഞ്ഞവരും ഉണ്ട് എന്റെ സഭയില്. ഞാനൊരു ആവറേജ് ആണ്, ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം. സ്നേഹിക്കണം, അനുസരിക്കണം, പിന്നെ എന്തൊക്കെ അറിയാം? കരുണ കാണിക്കണം, ക്ഷമിക്കണം. ഇതെല്ലാം എനിക്ക് അറിയാം. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. എന്തുമാത്രം നിങ്ങൾ സ്നേഹിക്കും? ഒരു ലിമിറ്റ് ഉണ്ട്, നമ്മുടെ കപ്പാസിറ്റി ഉണ്ട്. ഏത് ലിമിറ്റ് വരെ സ്നേഹിക്കണം? ശരിക്കും എന്താ കർത്താവ് ആഗ്രഹിക്കുന്നത്? യോഹന്നാൻ 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതാണ് യേശുക്രിസ്തുവിന്റെ കൽപ്പന. അടുത്ത വാക്യം, അപ്പൊ നമ്മൾ കർത്താവ് നീ എന്നെ എങ്ങനെ സ്നേഹിച്ചത്? അപ്പൊ 13-ാം വാക്യം, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം. അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. സ്നേഹിക്കണം എവിടെ വരെ? ജീവൻ കൊടുക്കുന്നവരെ. അനുസരിക്കണം എവിടെ വരെ? ജീവൻ കൊടുക്കുന്നവരെ. കരുണ കാണിക്കണം എവിടെ വരെ? അവൻ എന്റെ ജീവൻ എടുക്കുന്നവരെ ഞാൻ അവനോട് കരുണ കാണിക്കണം. ക്ഷമിക്കണം എവിടെ വരെ? അവൻ എന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നവരെ. അപ്പൊ ദൈവത്തിന്റെ നീതി കർത്താവ് പ്രദർശിപ്പിക്കുന്നത് ക്രൂശിൽ അവൻ പെർഫെക്റ്റ് യാഗം കഴിച്ചിട്ട് സകല നീതിയും ക്രൂശിൽ നിവൃത്തിയാക്കിക്കൊണ്ടാണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, എല്ലാ നീതിയുടെയും അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് മരണമാണ്. അതാണ് യേശുക്രിസ്തു കാണിച്ചു തന്നത്. റൈച്ചസ്നസ് അൺടിൽ ഡെത്ത്. ഇതിനെയാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നീതി. അക്ഷരമൊന്നും ശരിയാവുന്നില്ല. ഓക്കെ,
അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഈ ലൈനാണ്. ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡൈ, അതാണ് അതിനർത്ഥം. അപ്പൊ പുതിയ നിയമത്തിൽ ഈ ഒരു ലൈനിന്റെ താഴെയുള്ള ഒരു പ്രവൃത്തി കൊണ്ടും പ്രയോജനമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു താഴെയുള്ള ഒരു നീതിയും ദൈവം അംഗീകരിക്കുന്നില്ല. there is only one line that's accepted and that's the line of Christ, nothing less. അപ്പൊ ദൈവത്തിന്റെ നീതി കർത്താവ് പ്രദർശിപ്പിക്കുന്നത് മരിച്ചോണ്ട. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കുക, ഞാൻ ജീവൻ നിനക്ക് തരുക, നീ എന്നെ കൊല്ലുമായിരിക്കും, എന്റെ ജീവൻ ഞാൻ നിനക്ക് തരിക, നീ എന്നെ ആക്രമിക്കുമായിരിക്കും, ഞാൻ അവസാന ശ്വാസം വരെ നിന്നോട് ക്ഷമിക്കുക. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? അവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ആരും ഇല്ലല്ലോ. അപ്പൊ കർത്താവ് മാത്രമേ എവിടെ ഉള്ളൂ? സ്വർഗത്തിൽ പോകുള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഓപ്പറേഷൻ നടക്കണം. അത് എന്ത് ഓപ്പറേഷൻ ആണ്? നമ്മൾ ബൈ മെറിറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം എന്താ? യേശുക്രിസ്തുവിനെ പോലെ കർത്താവ് മാത്രമേ ഉള്ളൂ. അവന്റെ നീതി അവൻ പ്രദർശിപ്പിച്ച് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. അപ്പൊ നമ്മളെ നീതീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യേശുവിൽ വിശ്വസിച്ചാൽ മതി. ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ അങ്ങനെ ചെയ്തു. എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും ഈ കാര്യം ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകണമെന്നില്ല. കാരണം ഞാനത് പൂർണ്ണമാക്കിയിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഇപ്പൊ ആൾക്കാർ ചിന്തിക്കും, അപ്പൊ ഒന്നും പ്രവർത്തിക്കേണ്ട എന്നൊക്കെ ചിന്തിക്കും. നമ്മൾ അതും കൂടെ ഇന്ന് കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുള്ളൂ. 27-ാം വാക്യം പറയാണ്, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി കർമ്മമാർഗത്തിലോ അല്ല, വിശ്വാസ മാർഗത്തിൽ അത്ര. ഇപ്പൊ ആരെയും പ്രശംസിക്കാൻ പൗലോസ് വിടുകയില്ല. ആരുടെയും പ്രവൃത്തികൾ കാരണമല്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആണ് സാൽവേഷൻ. അതിൽ ഒരാളുടെയും ഒരു പണിയും കാരണമല്ല. അടുത്ത വാക്യം, അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഇതാണ് പൗലോസിന്റെ ഉപദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ ആത്മാവിൽ ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ പാപത്തിൽ തുടരും. ഇത് നമുക്ക് ഒട്ടും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിൽ തുടരും. അപ്പൊ അപ്പോസ്തലിക ഉപദേശം ശരിക്കും മനസ്സിലായെങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് നമ്മളെ നീതീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുകയും ചെയ്യൂ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഈ റോമലേഖനം പഠിക്കാൻ പാടുന്നില്ല കേട്ടോ, സിമ്പിൾ ലാംഗ്വേജാ. പക്ഷെ നമുക്ക് നമ്മുടെ ബുദ്ധി ഒത്തിരി കൂടുതലായതുകൊണ്ട് അത് മനസ്സിലാകട്ടെ. നമ്മൾ ഈ ബൈബിളിലേക്ക് നമ്മുടെ ബുദ്ധികളെല്ലാം മാറ്റി വെച്ചിട്ട് ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതിലേക്ക് വരണം. പൗലോസ് എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പൗലോസ് പറയാണ്, ന്യായമാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നതെങ്കിൽ അവൻ ചില ആൾക്കാരുടെ ദൈവമായിട്ടിരിക്കും. ഉദാഹരണത്തിന്, ചില ആൾക്കാർ ജനിക്കുമ്പോഴേ ഭയങ്കര കരുണയുള്ള ഒരു സോഫ്റ്റ് ഹാർട്ടഡോ, അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേഷ്യം പിടിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാം സ്വർഗത്തിൽ പോകും. ചില ആൾക്കാർ ജനിക്കുമ്പോഴേ അവരുടെ സ്വഭാവം, അവരുടെ അപ്പന്റെ അമ്മയിൽ നിന്ന് കിട്ടിയ സ്വഭാവം തന്നെ ഭയങ്കര എടുത്തി ആടി ദേഷ്യപ്പെട്ട് 4 വർത്താനം പറയുന്ന ആൾക്കാരായിരിക്കും. അവൻ ജനിച്ചപ്പോഴേ അങ്ങനെയാ, അവനെല്ലാം നരകത്തിൽ പോകും. അപ്പൊ ദൈവത്തിന്റെ ഒരു നീതി പ്രദർശിപ്പിക്കാൻ പറ്റിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഹെറിഡിറ്റി ആൻഡ് എൻവയറൺമെന്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. ഹോർമോണുകൾ, നമുക്കുണ്ടാകുന്ന ചിന്തകൾ, ദേഷ്യം വരുന്ന നമ്മുടെ ശരീരത്തിലേക്ക് ചില ഹോർമോണുകൾ അങ്ങ് വരുമ്പോഴേക്കും, അഡ്രിനാലിൻ അതങ്ങ് വരുമ്പോഴേക്കും നമുക്ക് ആരെങ്കിലും പിടിച്ച് രണ്ട് തല്ല് തരണം തോന്നും. അങ്ങനെയാ ശരീരത്തിന്റെ വീണ് പോയ ശരീരം. ഇതിനകത്ത് ഇഷ്ടംപോലെ ഹോർമോണുകൾ, നമുക്ക് ഗുണമില്ലാത്ത ഇഷ്ടം പോലും. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, നമുക്ക് എൻജോയ്മെന്റിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ളവരും മെഡിക്കൽ പ്രൊഫഷനുള്ളവരൊക്കെ, സൈക്കാട്രിക് ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത് ജനിച്ച് നല്ല കുടുംബത്തിൽ വളർന്ന് ചെറുപ്പത്തിലെ ശിക്ഷണം ലഭിച്ച യഹൂദനെ പോലെ ഉള്ള ഒരാൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ, ന്യായപ്രമാണം വെച്ചിരുന്നെങ്കിൽ. അതിന് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. കർത്താവ് ഒരു പ്രമാണം വെക്കാന്ന് വിചാരിച്ചോ. ഈ കേരളത്തിൽ നിന്ന് ഓടി, കൊച്ചിയിൽ നിന്ന് ഓടി മൂന്നാറിനപ്പുറത്ത് ആനമുടിയുടെ മുകളിൽ ആദ്യം ഓടി കയറുന്ന 50 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കർത്താവ് പറഞ്ഞാൽ നമ്മൾ എല്ലാരും കൂടെ ഓടി തുടങ്ങിയാൽ
ഞാൻ ഏറ്റവും അവസാനമായിരിക്കും, നിങ്ങളൊക്കെ ആദ്യം ചെല്ലും. അപ്പോ കുറെ ആൾക്കാർ രക്ഷപ്പെടുള്ളൂ. കൽപ്പനയുടെ കട്ടി കൂടുന്തോറും കപ്പാസിറ്റി ഉള്ള കുറെ ആൾക്കാർ മാത്രമേ രക്ഷപ്പെടുള്ളൂ. കർത്താവ് പറയുന്നത് 40 ദിവസം 10 പ്രാവശ്യം ഉപവാസം എടുത്ത ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അയ്യോ, എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പൊ സ്വർഗത്തിൽ പോകുന്ന കുറെ സന്യാസികൾ, കുറെ അഭ്യാസികൾ, കുറെ അതിനുള്ള കപ്പാസിറ്റി ഉള്ള കുറെ ആൾക്കാരെ മാത്രം. അപ്പൊ ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ പറ്റാതെ വരും, ദൈവം അനീതിമാൻ എന്ന് വരും. ചില സ്ഥലങ്ങളിൽ ജനിച്ചവർക്ക് പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പൊ കർത്താവ് ഒരു കാര്യം ചെയ്തു, മനുഷ്യരുടെ നീതിയെ പരിഗണിച്ചില്ല. അവന്റെ നീതി അവൻ മനുഷ്യർക്ക് അപ്രാപ്യമായ ഒരു തലത്തിലേക്ക് വെച്ചു. മരിക്കുന്ന വരെ നീതിമാനായിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് അങ്ങ് മരിച്ചു. എന്നിട്ട് പറഞ്ഞു വിശ്വസിക്കുന്നവരെല്ലാം രക്ഷിക്കാം. അങ്ങനെയാണ് അവൻ അവന്റെ നീതിയെ പ്രദർശിപ്പിച്ചത്. അങ്ങനെ ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ അവൻ നമുക്ക് വേണ്ടി നിർത്തി. അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം നീതിമാന്മാരാകാനുള്ള ഒരു മെക്കാനിസം ദൈവം ഡിസൈൻ ചെയ്തു. അങ്ങനെയാണ് ദൈവം അവന്റെ നീതിയെ പ്രദർശിപ്പിച്ചത്. ഞാൻ ഇപ്പോഴും ആ മെക്കാനിസം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പൗലോസ് പറയാണ്, ന്യായപ്രമാണത്താൽ മാത്രമാണ് ദൈവം ആളുകളെ നീതീകരിക്കുന്നെങ്കിൽ അഗ്രധർമ്മികളുടെ ദൈവം അല്ല യഹോവ എന്ന് വരും. പണ്ടൊരാളിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ യഹോവ എന്ന് പറയുന്നത്, ഒരു നിരീശ്വരവാദിയെ ചോദിച്ചത്, ഇസ്രായേൽ മക്കളുടെ ഒരു പ്രാദേശിക ദൈവമല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്, മലയാളികളുടെ പ്രാദേശിക ദൈവമാണോ യഹോവ എന്ന് തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. കാരണം നമ്മൾ മാത്രം സ്വർഗത്തിൽ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ നിയമങ്ങൾ വെച്ച് കഴിഞ്ഞാലുള്ള പ്രോബ്ലം ദൈവം ഒരു പ്രാദേശികവൽക്കരിക്കപ്പെടുന്നുള്ളതാണ്. ഇവിടെ പറയുന്ന ദൈവം ഏകനല്ലോ, അല്ല അവൻ ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമാണോ, ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. അപ്പൊ ദൈവം എല്ലാവർക്കും ഒരൊറ്റ സ്റ്റാൻഡേർഡ് വെച്ചു, വിശ്വസിക്കാം. അടുത്ത വാക്യം പറയാണ്, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നോ ഒരു നാളും ഇല്ല. അപ്പൊ ന്യായപ്രമാണത്തെ ദുർബലമാക്കാൻ വേണ്ടി അല്ല വിശ്വാസം നമ്മൾ പറയുന്നത്, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് വിശ്വാസത്താലുള്ള ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ്. ആ ന്യായപ്രമാണമാണ് നമുക്ക് ഈ വഴി കാണിച്ചു തന്നത്, സാക്ഷ്യം വഹിച്ചത്. എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒരു ശിശുപാലകനാണ്, രക്ഷിക്കുന്ന കർത്താവിന്റെ അടുത്തേക്ക് ഞാൻ നിന്നെ എത്തിക്കാം എന്ന് പറഞ്ഞു തന്നത് ആ ന്യായപ്രമാണമാണ്. എനിക്കറിയാം ഇത് 3-ാം അധ്യായം മാത്രം വായിച്ച് നമുക്ക് ഈ തിയോളജി മനസ്സിലാവില്ല. നമുക്ക് 4, 5, 6, 7, 8-ാം അധ്യായത്തിന്റെ 10 വാക്യങ്ങൾ വായിച്ചാൽ ശരിക്കും മനസ്സിലാവും. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. എങ്കിലും പതുക്കെ പതുക്കെ നമുക്ക് പൗലോസ് എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് പ്രവൃത്തിയാൽ അല്ലാത്ത ഒരു രക്ഷയെ കുറിച്ചാണ്. അപ്പൊ നമുക്കത് ഒന്നും കൂടെ വിശദീകരിക്കാൻ വേണ്ടിയാണ് റോമർ 4 നമ്മൾ വായിക്കേണ്ടത്. നമുക്ക് റോമർ 4-ലേക്ക് കിടക്കാം. 4-1. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ എബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു. എന്തു പറയണ്ടു? അടുത്ത വാക്യം, എബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ ദൈവസന്നിധിയിൽ ഇല്ലതാനും. അപ്പം പ്രവൃത്തിയാലാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നെങ്കിൽ അവന് മറ്റുള്ളവരുടെ മുമ്പിൽ പുകഴാനുള്ള വഴിയുണ്ട്. കാരണം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്തതാണ്. അപ്പൊ അവന് പുകഴാം, ദൈവത്തിന് മുമ്പിൽ ഇല്ല കേട്ടോ. അടുത്ത വാക്യം പറയാണ്, 3-ാം വാക്യം, തിരുവെഴുത്ത് എന്ത് പറയുന്നു? എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. എങ്ങനെയാ നീതി വന്നത്? എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇനി നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒന്ന് നോക്കാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം പറയുന്നു, നമ്മുടെ പിതാവായ എബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. യാക്കോബ് എന്താ പറയുന്നത്? പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. പൗലോസ് എന്താ പറയുന്നത്? വിശ്വാസത്താൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. അതും പൗലോസ് എടുത്തു പറയുകയാണ്, പ്രവൃത്തി കൂടാതെ. എന്നാൽ യാക്കോബ് പറയാണ്, നിങ്ങൾ എന്ത് മണ്ടത്തരാ പറയുന്നത്? അവൻ തന്റെ കൊച്ചിനെ കൊണ്ടുപോയി യാഗപീഠത്തിൽ വെച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടു. ഇതിലേതാ ശരി? നമുക്കൊന്ന് വായിച്ചു നോക്കാം. നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? വാഗ്ദത്തം എന്താണെന്നും നീതീകരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം
15-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഉൽപ്പത്തി 15-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം. 5-ാം വാക്യം. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ കാണാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അപ്പൊ വാഗ്ദത്തം ചെയ്തു നല്ല അവിടെ എഴുതിയിരിക്കുന്ന കൽപ്പിച്ചു. 6-ാം വാക്യം. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ 15-ാം അധ്യായം വരുമ്പം യാഗപീഠം ഒരുക്കിയിട്ടില്ല, ഇസ്ഹാക്കിനെ കൊണ്ടേ കിടത്തിയിട്ടില്ല, ഇസ്മായേല് പോലും ഉണ്ടായിട്ടില്ല, വാഗ്ദത്തം മാത്രമേ ഉള്ളൂ. 6-ാം വാക്യത്തിൽ പറയണം, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഓക്കെ, മുമ്പോട്ട് പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവനെ യാഗം അർപ്പിക്കാൻ നോക്കാം കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ യാക്കോബിന്റെ ലേഖനം ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. യാക്കോബിന്റെ ലേഖനത്തിൽ എന്താ പറയുന്നത്? യാക്കോബിന്റെ ലേഖനം 2:21 പറയാണ്, നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടു. അപ്പൊ ഇതിലെ എപ്പോഴാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? പൗലോസ് പറയുന്നതാണോ ഉൽപ്പത്തി വെച്ച് നോക്കിയാൽ ശരി? യാക്കോബ് പറയുന്നതാണോ ഉൽപ്പത്തി വെച്ച് നോക്കിയാൽ ശരി? പ്രവൃത്തി വരുന്നതിന് മുമ്പായിരുന്നു. ഇസ്മായിൽ ഉണ്ടാകുന്നതിന് മുമ്പായിരുന്നു. യാഗമർപ്പിക്കുന്നതിന് മുമ്പായിരുന്നു. അപ്പൊ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചില കാലത്ത് ആൾക്കാർ പറയുകയും കുറെ നാളുകൾ യാക്കോബിന്റെ ലേഖനം കാനോനിക ഗ്രന്ഥമല്ല എന്ന് വിശ്വസിക്കുകയും സഭ അതിനെ മാറ്റി നിർത്തുകയും ചെയ്തൊരു ചരിത്രമുണ്ട്. പക്ഷെ പ്രിയ സഹോദരങ്ങൾ, ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. യാക്കോബ് പറയുന്നതും പൗലോസ് പറയുന്നതും ഒരേ കാര്യമാണ്. എന്താണ് യാക്കോബ് പറയുന്നതും പൗലോസ് പറയുന്നതും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിശ്വാസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം പൗലോസിനെ തന്നെ ഒന്നും കൂടെ ശ്രദ്ധിക്കാം, എന്നിട്ട് യാക്കോബിലേക്ക് വരാം. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. തിരുവെഴുത്ത് എന്ത് പറയുന്നു? എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അപ്പൊ അതിനകത്ത് സംശയമൊന്നുമില്ല. അടുത്ത വാക്യം, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. അപ്പൊ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കൂലി കണക്കിടുന്നത് എങ്ങനെയാ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പണിതാല്, ചർച്ചിൽ വന്നൊരു പണി ചെയ്തിട്ട് പോന്നു കഴിഞ്ഞാല് നിങ്ങൾ എനിക്ക് പൈസ തരുമെന്ന് വെച്ചോ, ഒരു ദിവസത്തെ കൂലി. അപ്പൊ എന്നിട്ട് പറയാ, കൂലി തന്നിട്ട് എന്നോട് പറയുവാ, പാസ്റ്ററെ ഇത് കടമാന്ന് വിചാരിച്ചാൽ മതി, സോറി കൃപയാന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഞാൻ പറയും നടക്കില്ല. കാരണം അരമണിക്കൂറൂടെ കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഇത്രയും രൂപ കടമാണ്. ഓക്കെ, അപ്പോൾ കൂലിക്ക് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ അത് കടമായിട്ടാണ് കൊടുക്കുന്നത്, കടം വീട്ടുക ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പലപ്പോഴും പ്രവൃത്തികളൊക്കെ ചെയ്ത് ദൈവത്തിൽ നിന്ന് കടം വാങ്ങിക്കുന്ന ഒരു പരിപാടി. കടം അവൻ ആർക്കും കടക്കാരനല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാന്ന് വിചാരിക്കുന്നത്, ആർക്കും കടക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ നിന്ന് മാക്സിമം വാങ്ങിക്കാനുള്ള പരിപാടി നോക്കുന്നു. പക്ഷെ പൗലോസ് പറയാണ് അത് വെറുതെയാണ്. കാരണം ദൈവം അങ്ങനല്ല ചെയ്യുന്നത്. 5-ാം വാക്യം പറയാണ്, പ്രവർത്തിക്കാത്തവനെങ്കിലും. അപ്പൊ ദൈവം എങ്ങനെ നീതീകരിക്കും നോക്കിയാൽ, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടും. ഓ, ഭയങ്കര റെവല്യൂഷൻ. അവിടെ പറയാണ് പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവന്. അപ്പൊ ഞാൻ പറയാം, എന്റെ കർത്താവെ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ അഭക്തനാണ്, പക്ഷെ നിനക്ക് എന്നെ നീതീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ പറയുമ്പോഴാണ് ഞാൻ രക്ഷപ്പെടുന്നത്. അപ്പൊ യാക്കോ പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. യാക്കോ പറയുമ്പോൾ അവിടെ എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം, ഈ വിശ്വാസത്താലുള്ള നീതീകരണം. നമുക്ക് യാക്കോബിനെ ഒന്നുകൂടെ ശ്രദ്ധിക്കാം, എന്താ യാക്കോബ് പറയുന്നത് നോക്കാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കും. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കും. നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും
വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്കൊന്നും ആവശ്യമുള്ളതൊന്നും കൊടുക്കാതിരുന്നാൽ ഉപകാരമുണ്ട്. അപ്പൊ ഒരാൾ എന്റെ അടുത്തൊന്ന് പറയാം, പാസ്റ്ററെ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അറിയത്തില്ല, പൈസ ഇല്ല, ജോലിയും ഇല്ല, ലോക്ക്ഡൌൺ ആയിട്ട് ആകെ വെറുതെ ഇരിക്കുക, എന്ന് സഹായിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്, ബ്രദറെ സമാധാനമായിട്ട് പോയി തീ കാഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നോ, ഞാൻ പ്രാർത്ഥിക്കാം. ഇതിനെയാണ് വ്യാജ വിശ്വാസം എന്ന് യാക്കോബ് പറയുന്നത്. എന്റെ കയ്യിലുള്ള പൈസ എടുത്ത് കൊടുത്താണ് ആ വിശ്വാസം ഞാൻ കാണിക്കേണ്ടത്. പ്രവൃത്തിയിലേക്ക് നയിക്കാത്ത വിശ്വാസം സ്വതവേ ചത്തതാണ്. താഴോട്ട് വരുമ്പോൾ പറയാണ്, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാകിയാൽ സ്വതവേ നിർജീവമാകുന്നു. 19-ാം വാക്യം പറയാണ്, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഓ, നിനക്കെന്തായാലും വിറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, പക്ഷെ പിശാച് വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നു. പക്ഷെ എന്താ കാര്യം? ദൈവം ഏകനാണെന്ന് പിശാച് വിശ്വസിച്ചിട്ട് പിശാചിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇന്നത്തെ വേദവചന പഠനവും പിശാച് പഠിക്കുന്ന പോലെ എല്ലാം അറിയാം, ഉപദേശങ്ങൾ മൊത്തം അറിയാം, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. മാനസാന്തരപ്പെടണമെന്നറിയാം, പക്ഷെ അങ്ങ് പെടുന്നില്ല. വിശ്വസിക്കണമെന്നറിയാം, വിശ്വാസം വരുന്നില്ല. സ്നേഹിക്കണമെന്നറിയാം, എല്ലാ ഉപദേശങ്ങളും അറിയാം, പക്ഷെ ഒന്നും പ്രയോജനം ചെയ്യുന്നില്ല. അതിനെയാണ് പിശാചിന്റെ വിശ്വാസം എന്ന് യാക്കോബ് പറയുന്നത്. അത് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അബ്രഹാമിന്റെ മക്കൾക്കാണെങ്കിൽ കല്ലിനകത്തുനിന്ന് മക്കളെ വിളിച്ചു കൊടുക്കാൻ ദൈവത്തിന് പറ്റുമായിരുന്നു. എന്നാൽ നിങ്ങൾ പിശാചിന്റെ മക്കളാണ്, നിങ്ങളുടെ വിശ്വാസം പിശാചിന്റെ വിശ്വാസം പോലെയാണ്. ന്യായപ്രമാണം മുഴുവൻ നരച്ചു കളി കുടിച്ചിട്ടുണ്ട്, പക്ഷെ കർത്താവ് വരുന്ന കാര്യം അവർക്ക് മനസ്സിലായി. അപ്പൊ യാക്കോബ് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് വിശ്വാസം ഉണ്ടാകണം? അബ്രഹാമിന്റെ വിശ്വാസം ഉണ്ടാകണം. എന്ത് വിശ്വാസം ഉണ്ടാകരുത്? പിശാചിന്റെ വിശ്വാസമായി പോകരുത്. എല്ലാ ഉപദേശങ്ങളും അറിയാൻ പ്രയോജനമില്ലാത്ത അവസ്ഥ വരരുത്. എബ്രഹാമിന്റെ ഫെയ്ത്ത് ആയിരിക്കണം. എന്താണ് ഈ എബ്രഹാമിന്റെ ഫെയ്ത്ത്? ആ ഫെയ്ത്ത് നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു ഫെയ്ത്താണ്. എബ്രഹാം 114 വയസ്സുള്ളപ്പോൾ മകനെ കൊണ്ട് പോവാം. 100 വയസ്സുള്ളപ്പോൾ തന്നെ കുഞ്ഞുണ്ടാവുന്ന ഒരു അത്ഭുതമായിരുന്നു. 114 വയസ്സുള്ളപ്പോഴാണ് കൊച്ചുമായിട്ട് യാഗം അർപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അവൻ കുലുങ്ങിയില്ല, പതറിയില്ല, ഒരു മടി ഉണ്ടായില്ല. അപ്പൊ നല്ല വിശ്വാസമാണ്. വാഗ്ദത്തം എന്താ? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. അപ്പൊ ആകെ ഉള്ളത് ഇസാക്ക്. ഇസാക്കിനെ യാഗം അർപ്പിക്കാൻ പോവാം. അപ്പൊ ഇസാക്കിനെ യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ എബ്രഹാമിന്റെ ഹൃദയത്തിലെ വിശ്വാസം എന്തെന്ന്, ഒന്നുകിൽ പുനരുത്ഥാനത്തിലൂടെ ഇവൻ എനിക്ക് തിരിച്ചു കിട്ടും. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ദൈവം ഇല്ലാത്തിടത്ത് നിന്ന് എനിക്ക് മക്കളെ വിളിച്ചു തരും. ഇതാ എബ്രഹാം വിശ്വസിച്ചത്. അതുകൊണ്ട് യാഗം അർപ്പിക്കാൻ അവൻ മടിച്ചില്ല. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വരുമ്പോഴേക്കും 4-ന്റെ 17-ാം വാക്യം പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പൗലോസോടെ എംഫസൈസ് ചെയ്യുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമ്മൾക്ക് എല്ലാവർക്കും പിതാവായി തീരും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് എബ്രഹാം വിശ്വസിച്ചത്. ഒന്ന്, വാഗ്ദത്തം എന്തായാലും ദൈവം നിറവേറ്റും, അതിന് സംശയമില്ല. അതിന് ഇസ്ഹാക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് ദൈവത്തിന് നിർബന്ധമൊന്നുമില്ല. അവൻ മരിച്ചാലും പുനരുത്ഥാനം ചെയ്തിട്ടായാലും അവൻ വാഗ്ദത്തം നിറവേറ്റും. ഇനി പുനരുത്ഥാനത്തിലൂടെ തന്നില്ലെങ്കിൽ ഇല്ലാത്തിടത്തുനിന്ന് പിള്ളേരെ സംഘടിപ്പിച്ച് തന്നിട്ടായാലും അവൻ വാഗ്ദത്തത്തെ നിറവേറ്റിയിരിക്കും. ഇതാണ് എബ്രഹാമിന്റെ ഫെയ്ത്ത്. അത് കുലുങ്ങത്തില്ല. അതുകൊണ്ട് എബ്രഹാം കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാടിനെ പകരം അറുത്ത ശേഷം ദൈവം അവൻ ആ വാഗ്ദത്തം ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. അവിടെ ഒരു കാര്യം ആഡ് ചെയ്തു, സമുദ്രതീരത്തെ മണൽത്തരി പോലെയാവും. പക്ഷെ നീതീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? വിശ്വസിച്ചപ്പോഴാണ്. പക്ഷെ ആ നീതി ഫലം പുറപ്പെടുവിച്ചത് ആ യാഗാർപ്പണത്തിലൂടെയാണ്. ആ നീതി അവന്റെ ഉള്ളിൽ വിശ്വാസം നീതിയായി മാറി എന്ന് മനസ്സിലായത്. That faith was justified when he offered his child for a sacrifice. Abraham was justified when he believed. ആ ഫെയ്ത്ത് അവനിൽ പ്രവൃത്തി ചെയ്തു, ഒരു ലോങ് പ്രവൃത്തി. ആ പ്രവൃത്തിയിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എബ്രഹാം കനാൻ ദേശത്ത് എന്നിട്ടും, അത് ദൈവം കാണിച്ചു തന്ന സ്ഥലം നമ്മൾ വിചാരിക്കുന്ന കനാൻ ദേശത്ത് എന്നിട്ടും അവരുടെ വീട് പണിതില്ല, പട്ടണം പണിതില്ല. അവൻ കൂടാരങ്ങളിൽ പാർത്തു. കാരണം
ദൈവം കൈപ്പണിയായി പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരമുണ്ടെന്ന് എബ്രഹാം വിശ്വസിച്ചു. ഇത്രയും കുഞ്ഞുങ്ങളെ ദൈവം തരുമെങ്കിൽ അവരൊരു വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് ദൈവം തന്നെ കൈപ്പണിയായി പണിയുന്ന ഒരു നഗരം ദൈവം പണിതു തരുമെന്നും ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്വർഗീയ യെരുശലേമിനെ നോക്കിയാണ് എബ്രഹാം ജീവിച്ചത്. ആ ഫെയ്ത്ത് ആണ് ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത്. ആ വിശ്വാസമാണ് ഒരു മനുഷ്യനെ നീതിയിലേക്ക് നടത്തുന്നത്. നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. 4, 5, 6 അധ്യായങ്ങളിലേക്ക് തിരിച്ചു വരാം. പക്ഷെ അതിനു മുൻപ് നമുക്ക് 7-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ, ഈ പാപത്തിന്റെ, നമ്മൾ ഈ പാപത്തെ കുറിച്ചാണല്ലോ എന്തിനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ പാപത്തിന്റെ തിയോളജി കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകണം. Then we will come back to 4th and 6th. 7-ാം അധ്യായത്തില് നമുക്ക് 14-ാം വാക്യം മുതൽ വായിക്കാം. റോമർ 7-ന്റെ ഞാൻ വായിക്കാം. വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണത്. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നല്ലോ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. പൗലോസ് പറയാണ് ഞാൻ ജഡമയനാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഓക്കെ, ഞാൻ ഈ ഒരു പിക്ചറോട് വരയ്ക്കാം. ആത്മാവ്, പ്രാണൻ, ശരീരം. ഓക്കെ, ഇത് പാപം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു. വേർതിരിവുണ്ടായിരുന്നില്ല. ആത്മാവ് എന്തു പറയുമോ അത് അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ദഹിക്കുകയും അത് അതുപോലെ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുകയും ചെയ്യുമായിരുന്നു. എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ പഴം തിന്നു കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് ഡെഡ് ആയിപ്പോയി. ഇതിനെ പാപത്തിന്റെ ഡെഡ്നെസ് എന്ന് പറയുന്നത്. വി ഓൾ ബിക്കേം ഡെഡ് ഇൻ അവർ സിൻസ്. പിന്നെ നമുക്ക് ആകെയുള്ളത് ഈ മനസ്സും ശരീരവുമാണ്, പ്രാണനും ശരീരവും. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സോള്, ഇതിനകത്താണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ എത്ര തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഒരു വർഷം നന്നാകാൻ? അടുത്ത ആഴ്ച തൊട്ട് നന്നായിക്കോളാം, ഈ കർത്തൃമേശയോടുകൂടി നന്നായിക്കോളാം, ജനുവരി 1 മുതൽ നന്നായിക്കോളാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല, നന്നാവൂല, നിങ്ങൾ നന്നാകാൻ പോകുന്നില്ല. എന്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. ഈ സോൾ എന്ത് തീരുമാനം എടുത്താലും നന്നാകാൻ പറ്റില്ല. കാരണം യു കനോട്ട് സേവ് യുവർ സെൽഫ്. അത് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്നറിയാം? ഈ ശരീരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ സോളിലാണ് നമ്മുടെ ബുദ്ധി ഇരിക്കുന്നത്. ബുദ്ധി, തീരുമാനങ്ങൾ, ബുദ്ധി, വികാരം, തീരുമാനങ്ങൾ, ബുദ്ധി, ഇതെല്ലാം അത് രണ്ടും മാത്രമേ ഞാനിപ്പോ എഴുതുന്നുള്ളൂ, അത് മനസ്സിലാക്കാൻ എളുപ്പം. ഓക്കെ, നമുക്കിനി വചനം ഒന്ന് വായിക്കാം. 23-ാം വാക്യം. എന്റെ ബുദ്ധിയുടെ പ്രമാണം എന്നുണ്ടോ? തീരുമാനങ്ങൾ. എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം. 23-ാം വാക്യം. ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? ഞാൻ ബുദ്ധിയിൽ എത്ര തീരുമാനം എടുത്താലും അതിനെതിരെ പോരാടുന്ന ഒരു ശക്തി എന്റെ ശരീരത്തിൽ, അവയവങ്ങളിൽ, ഓർഗൻസിൽ കാണുന്നു. ഓക്കെ, അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് നല്ല തീരുമാനം എടുത്താലും നടപ്പാക്കാൻ പറ്റാത്തതിന്റെ കാരണം ഈ ശരീരമാണ്. വീണുപോയൊരു ശരീരം, വീണുപോയ. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അത് വളരെ പേടിപ്പിക്കുന്ന ഒരു വാക്യമാണ്. 15-ാം വാക്യം നമ്മളൊന്ന് വായിച്ചു നോക്കിയേ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, അതായത് ഈ തീരുമാനങ്ങളെ അല്ല, എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ, പകയ്ക്കുന്നതിനെ അത്രയും ഞാൻ ചെയ്യുന്നത്. അപ്പം
ഐ ആം നോട്ട് ഇൻ കൺട്രോൾ. അതുകൊണ്ട് എനിക്ക് നന്നാവാൻ പറ്റാത്ത. ഐ ആം നോട്ട് ഇൻ കൺട്രോൾ. ഐ ആം കൺട്രോൾഡ് ബൈ സിൻ. ഞാൻ കൺട്രോളിലല്ല, സിൻ കൺട്രോൾസ് മീ ആൻഡ് എൻസ്ലേവ്സ് മീ. എന്നെ അടിമയാക്കുന്നു. അപ്പൊ പാപം എന്നെ അടിമയാക്കി വെക്കുന്നു. നമുക്ക് ആ അടിമത്തെ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, സോൾ പറയാണ്, എടാ അവനോട് ക്ഷമിക്കുക. നമ്മൾ ഇങ്ങനെ ക്ഷമിച്ചൊക്കെയല്ലേ ജീവിച്ച് മുമ്പോട്ട് പോകേണ്ടത്. ഓക്കെ, ഞാൻ തീരുമാനം എടുത്തു ക്ഷമിക്കാൻ. പക്ഷെ എന്താണ് അവനെ കാണുമ്പം എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ ഈ ഉള്ളിലെ ഈ ശരീരത്തിൽ നിന്ന് വരുന്ന ഹോർമോണുകളുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര മോശമാണ്. എനിക്ക് അവനോട് സ്നേഹം തോന്നുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല, ക്ഷമ വരുന്നില്ല. എന്ത് ചെയ്യും? എന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണമെന്ന് എനിക്കുണ്ട്, ക്ഷമിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, വികാരം തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ലവ്. എന്ത് ചെയ്യും? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരുന്നത് മുഴുവൻ തിന്മയാണ്. ഇതെങ്ങനെയാണ് ഈ ഗവൺമെന്റിനെയാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത്. ജഡം, വാട്ട്സ് ജഡം? ഫ്ലഷ് ലൈഫ് എന്ന് പറയുന്നത് ഈ സോൾ പ്ലസ് ബോഡിയാണ്. ഇതിനെയാണ് നമ്മൾ ഫ്ലഷ് ലൈഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. ഈ സോളും ബോഡിയും കൂടെ നമ്മൾ എങ്ങനെയാണ് വട്ടം കറക്കുന്നത്? ഞാൻ ഇപ്പൊ ഉച്ചയ്ക്ക് വിശന്ന് പൊരിഞ്ഞ് ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുക. ലോക്ക്ഡൌൺ ഒന്നും ഇല്ല, ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് നല്ല വിശപ്പ് തോന്നി, ഒരു ഹോട്ടലിൽ കയറി. അപ്പൊ ഇവിടെ ബോർഡുണ്ട്, ബിരിയാണി ഉണ്ട്, മീനും ചോറും ഉണ്ട്, ഏത് വേണം? അപ്പൊ എന്റെ കയ്യിൽ ആകെ ഉള്ളത് 150 രൂപയാണ്. അതാണ് പ്രശ്നം. എനിക്ക് കഴിക്കാൻ ഇഷ്ടം ബിരിയാണിയാണ്. ബിരിയാണി 150 രൂപയാണ്. അപ്പൊ ഞാൻ ബിരിയാണി കഴിക്കാൻ ഒരു തീരുമാനം എടുത്താൽ എന്റെ കയ്യിലുള്ള 150 രൂപ അതോടെ പോക്കാണ്. പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ വണ്ടിക്കൂലിയില്ല. അപ്പൊ ശരീരത്തിന് എന്താ വേണ്ടത്? ഈ ബിരിയാണിയുടെ മണം അടിക്കുമ്പോൾ ശരീരത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. കുറെ നാളായിട്ട് ഇങ്ങനെ മോഹിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അപ്പൊ ശരീരം പറയും, ഉള്ളിൽ നിന്ന് പ്രേരണ തരും, ബിരിയാണി ബിരിയാണി. അപ്പൊ മനസ്സ് ബുദ്ധിയോട് ആലോചിക്കുമ്പം മനസ്സ് പറയും, എടാ ബിരിയാണി കൊള്ളാം, പക്ഷേ പൈസ ഇല്ല. നമുക്ക് കൊണ്ട് കാര്യം ചെയ്യാം, ഇന്ന് മീനും ചോറും ആക്കാം. 90 രൂപയ്ക്ക് പരിപാടി തീരും, ബാക്കി 60 രൂപ പോക്കറ്റിൽ കിടക്കും. എങ്ങനെയുണ്ട് ഐഡിയ? ഇതിനെയാണ് നമ്മൾ, അപ്പൊ തീരുമാനം പെട്ടെന്ന്, ഒരു നിമിഷം അതിന് ആലോചിക്കാൻ സമയമൊന്നും വേണ്ട, സെക്കൻഡ് ബൈ സെക്കൻഡ് തീരുമാനം എടുത്തു, ചോറ് ഓർഡർ ചെയ്തു കഴിഞ്ഞു. ആരാ തീരുമാനം എടുത്ത്? ഇവർ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനം എടുക്കുക. 500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ശരീരം പറയുന്ന കേട്ടേനെ. അപ്പോ ഒരു ജഡീക മനുഷ്യൻ തീരുമാനം എടുക്കുന്നതല്ല ഇങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സഭയിൽ രണ്ടുപേരും തമ്മിൽ ഭയങ്കര തർക്കമെന്ന് വിചാരിച്ചു. തർക്കം എപ്പോഴും തർക്കമാണ്. പക്ഷെ ഒരു ദിവസം മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി, ഇവർ രണ്ടുപേരുടെ ഭയങ്കര വഴക്കാണ്. കുറെ കഴിഞ്ഞപ്പോ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് പിടിച്ചൊരു അടി വെച്ചു കൊടുത്തു. സഭയിൽ അടിക്കുക എന്ന് പറയുന്നത് ബൗണ്ടറി വിട്ടുപോയ കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായി സംസാരിക്കുന്നൊക്കെ നിങ്ങളുടെ ഇടയിൽ കേൾക്കാൻ പാടില്ലെങ്കിൽ പോലും അങ്ങ് സഹിച്ചോ എന്ന് വെച്ചാൽ പോലും കൈ ഉയർന്നു കഴിഞ്ഞാൽ സംഗതി ഗുലുമാല. അപ്പൊ ആരെ അടിച്ചു? മിസ്റ്റർ എ മിസ്റ്റർ ബി അടിച്ചു. ഇനി മിസ്റ്റർ ബിയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം. അടി കൊണ്ടയാളാണേ. അടി കൊണ്ടയാൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് അറിയോ? ഇവനിട്ട് ഇപ്പൊ ഒന്ന് പൊട്ടിക്കണം. ശരീരം പറയും പൊട്ടിക്കണം അവനിട്ട് തിരിച്ച്. അപ്പൊ മനസ്സ് പറയും, ഇല്ലില്ല, ഞാൻ അങ്ങനെ തല്ലിയല്ല. എടാ തല്ല്, അവൻ എന്നെ തല്ലിയതല്ലേ. കാരണം വികാരം അതാ പറയുന്നത്. വികാരം ഭയങ്കര ദേഷ്യമാണ്. വികാരമാണ് ശരീരത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ മനസ്സ് പറയാണ്, ഇല്ല, ഇപ്പൊ അവനെ തല്ലാതിരുന്നായിട്ട് ഒരു പ്രയോജനമുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി അവനാണ് പ്രശ്നക്കാരൻ. സഭക്കാർക്ക് മുഴുവൻ മനസ്സിലായി, തല്ലിയ ആളായല്ലോ പ്രതി. അപ്പൊ ഇനി ഞാനും കൂടെ തല്ലിയാൽ അവനെ പോലെ ഞാനും വൃത്തികെട്ടവനാവും. അതുകൊണ്ട് അവനെ ഞാൻ തല്ലുന്നില്ല. അവനുള്ള പണി ഞാൻ അണ്ടർഗ്രൗണ്ടിലൂടെ കൊടുത്തോളാം. ഇപ്പൊ ഞാൻ ഇതിൽ ആരാ മിടുക്കൻ? ആരാ ജീവിതത്തിൽ ജയിക്കാൻ പോകുന്നത്? ഈ സോള് സ്ട്രോങ് ആയിട്ടുള്ളവനാ. ഈ ബോഡി സ്ട്രോങ് ആയിട്ടുള്ളവൻ വികാരജീവിയാ. അവൻ ഒന്നും കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല.
വിശന്നാൽ എടുത്ത് തിന്നും, ദേഷ്യം വന്നാൽ ചൂടാവും, സ്നേഹം വന്നാൽ കെട്ടിപ്പിടിക്കും. അങ്ങനെയുള്ളവനാണ് ബോഡി സ്ട്രോങ് ആയിട്ടുള്ള, എൻ്റെ വികാരം ഭയങ്കര സ്ട്രോങ് ആണ്. എന്നാൽ കുറച്ച് കൂടി ആലോചിച്ച് കരുതി കൂട്ടി പ്രവർത്തിക്കാൻ അറിയാവുന്നവനാണ് സോള് സ്ട്രോങ് ആയിട്ടുള്ളവൻ. ആരാന്നറിയോ ലോകത്ത് ജയിക്കുന്നത്? ഇവനെ ജയിക്കുള്ളൂ. സോൾ സ്ട്രോങ് ആയിട്ടുള്ളവനെ ജയിക്കുള്ളൂ. അതിന് അങ്ങനെയുള്ളവർക്കാണ് ഇമോഷണൽ ഇന്റലിജൻസ്, EQ, ഇമോഷണൽ കോഷ്യന്റ് കൂടുതലുള്ളത്. IQ അല്ല, EQ. ദൈവത്തിന് ആരെയായിരിക്കും ഇഷ്ടം? സത്യം പറയട്ടെ, രണ്ടിനെയും കാണാൻ മേലെ. കാരണം രണ്ടും പ്രശ്നം. ഉള്ളതിൽ ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ഇവനെയാ. കാരണം ഇവൻ അറ്റ്ലീസ്റ്റ് ഒരു തെറ്റ് ചെയ്തെന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ട്. ഇവർ രണ്ടുപേരോട് നിങ്ങൾ മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു നോക്കി, ആരായിരിക്കും മാനസാന്തരപ്പെടുന്നത്? ഇവനായിരിക്കും. ഇവൻ എന്താ അടി കൊണ്ടവൻ എന്താ പറയുന്നത്? ഞാൻ അടി കൊണ്ടിട്ട് ഞാൻ എന്തിനു മാനസാന്തരപ്പെടണം? അവനെ മാനസാന്തരപ്പെടാൻ പറ. അപ്പൊ ഇവന്റെ ഹൃദയം ഓരോ സൽപ്രവൃത്തി ചെയ്യുമ്പോഴും കട്ടിയാവുക, അൺറിപ്പൻഡന്റ് ആവുക, ഇംപെനിറ്റന്റ് ആവുക, മാനസാന്തരപ്പെടാൻ പറ്റാതാവുക. ഇതിനെയാണ് കൗണ്ടർ ഫോഴ്സ് എന്ന് പറയുന്നത്, എതിർ ശക്തി. എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം. മനുഷ്യന്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. അവൻ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും നല്ലത് ചെയ്യാൻ പറ്റില്ല. കാരണം അവന്റെ ശരീരം അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് വേറൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. ഇത് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ലൈഫിൽ ഇതൊക്കെ സംഭവിക്കാം, ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം. ഞാനൊരു സൽപ്രവൃത്തി ഞാൻ തീരുമാനിച്ചു. എന്റെ ചർച്ചിൽ ഒരു തീരുമാനം എടുത്തു, ഒരു ഹോള് പണിയാൻ തീരുമാനം എടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഞാനൊരു സൽപ്രവൃത്തി ഞാൻ തീരുമാനിച്ചു. എന്താണെന്നറിയോ? ഞാൻ ആ ഹോളിന് കുറച്ച് പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് 50 ലക്ഷത്തിന്റെ ഹോൾ. 50 ലക്ഷത്തിനൊക്കെ ഇപ്പൊ ഹോൾ പണിയാൻ പറ്റുമോ എനിക്കറിയാൻ മേല. 1 കോടി ആയിക്കോട്ടെ, ഇപ്പൊ സ്റ്റൈലാണല്ലോ എല്ലാം. അപ്പൊ ഞാൻ അതിനകത്ത് ഒരു 25 ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെയുണ്ട് തീരുമാനം? സൂപ്പർ തീരുമാനം. അപ്പൊ എല്ലാവരും പുകഴ്ത്തി പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ചർച്ചിനകത്ത് കയറി നിൽക്കുമ്പോൾ, ചർച്ചൊക്കെ പണി കഴിഞ്ഞു, എനിക്കൊരു ഫീലിംഗ് ആണ്, എന്നെ ഇവർ ആവശ്യത്തിന് ബഹുമാനിക്കുന്നില്ല. 25 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിന്റെ ഒരു വെയിറ്റ് എനിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്കൊരു സംശയം. അപ്പൊ പാസ്റ്ററിന് അറിയാം, വെയിറ്റ് കൊടുത്തില്ലെങ്കിൽ ഇയാളെ 25 ലക്ഷം രൂപ തന്നത് ഇയാളെ നശിപ്പിക്കും, അയാളുടെ ചുറ്റുമുള്ളവരെ നശിപ്പിക്കും. കാരണം അതിന്റെ ഗമ എന്ന് പറയുന്ന ഒരു കൗണ്ടർ ഫോഴ്സ് ഉള്ളിൽ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാസ്റ്റർ എന്ത് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും, നമ്മളെ ഇത്രയെ സഹായിച്ച അച്ചായൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, എന്നിട്ട് അവസാനം ആശീർവാദം പറയാനെങ്കിൽ അച്ചായൻ 1 മിനിറ്റ് കൊടുത്ത് നമുക്ക് ഒതുക്കി നിർത്തണം ആ കൗണ്ടർ ഫോഴ്സിനെ. അല്ലെങ്കിൽ അത് വളർന്നു വന്ന് പാസ്റ്റർ എഴുന്നേക്കുന്ന ഇഷ്ടമില്ല, ഇരിക്കുന്ന ഇഷ്ടമില്ല, അങ്ങനെ ആവും. എന്ത് സൽപ്രവൃത്തി ജഡത്തിൽ ചെയ്താലും അതിന്റെ ഒരു കണക്ക് നമ്മൾ സൂക്ഷിക്കും. അത് നമ്മളെ മാനസാന്തരപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കും. ഇതാണ് പൗലോസ് പറയുന്നത്. ഇനി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്റെ ഉള്ളിലോട്ട് ഉണ്ടാവുകയുമില്ല. സ്നേഹം, അഗപ്പെ, അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. അത് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതില്ലാതെ കർത്താവിന്റെ കൽപ്പനകൾ ആ മാങ്ങ കണ്ടി പൂർത്തിയാവത്തുമില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പത്രോസാണ്. പത്രോസ് ഒരു ദിവസം പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ആലോചന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പൊ പത്രോസ് യേശുവിനോട് പറയുന്നത് എന്നറിയോ? എന്റെ കർത്താവ്, നീ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ അപേക്ഷിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും നിനക്ക് വേണ്ടി ജയിലിൽ പോകാനും തീരുമാനം എടുത്തിരിക്കുന്ന ആളാ. തീരുമാനം എവിടെ നിന്നാ വരുന്നേ? സോൾ ഡിസിഷൻ ടു ഡൈ ഫോർ ജീസസ് ക്രൈസ്റ്റ്. ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു പണ്ട്. ഇനി ഞാൻ മരിക്കട്ടെ എന്നൊരു പുസ്തകം വായിച്ചു ഞാൻ. അപ്പൊ എനിക്ക് തോന്നി എനിക്കും രക്തസാക്ഷിയാവണം. ഞാൻ എന്റെ അവസാനത്തെ പേജിൽ എഴുതി വെച്ചു, കർത്താവ് ഇവരിൽ ഒരാളായിട്ട് എന്നെ എണ്ണണമേ. സൂപ്പർ ഡിസിഷൻ. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ നിന്റെ തീരുമാനമൊക്കെ കൊള്ളാം, പക്ഷെ നീ ഈ എന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞാലേ നാളെ നേരം വെളുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കോഴി കൂവുള്ളൂ. അപ്പൊ നേരം വെളുക്കുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. അതാണ് കർത്താവ് പറഞ്ഞത്. എന്ത് സംഭവിച്ചു നമുക്കറിയാം. ഈ സോളിലുള്ള ഡിസിഷൻ നിലനിർത്തിക്കൊണ്ടു പോകാൻ പത്രോസിന് പറ്റിയില്ല. എന്നിട്ട് അവസാനം അവനെ യോഹന്നാൻ 15:21 21:15
യേശു യോഹന്നാനെ വിളിക്കുന്നുണ്ട്. അവനോട് പത്രോസിനെ വിളിക്കുന്നുണ്ട്. പത്രോസിനോട് എന്താ കർത്താവ് പറയുന്നത് നോക്കി. യോഹന്നാൻ 21:15 ഞാൻ വായിക്കാം. അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യേശു ചോദിച്ചത് എന്തുവാ? നിനക്ക് എന്നോട് അകപ്പയുണ്ടോ? നീ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. സ്നേഹം ഉണ്ടോ എന്നാ ചോദിച്ചു. അവൻ എന്താ ഉത്തരം പറഞ്ഞത്? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഇല്ലെന്നാ പറഞ്ഞു. അവൻ പറഞ്ഞത്, കർത്താവ്, എനിക്ക് നിന്നോട് ഫിലയോ ഉണ്ട്, പ്രിയമുണ്ട്. ചോദിച്ചത് അകപ്പെ. അകപ്പയാണ് ചോദിച്ചത്. അകപ്പെ. പക്ഷേ പത്രോസ് പറയാണ്, എനിക്ക് നിന്നോട് ഫിലയോ ഉണ്ട്. ഫിലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര സ്നേഹം, അത്രേ ഉള്ളൂ. യേശു ചോദിച്ചു, നീ എനിക്ക് വേണ്ടി മരിക്കുമെന്നാ. കാരണം നേരത്തെ പത്രോസ് പറഞ്ഞ വീരവാദം എന്തായിരുന്നു? കർത്താവിന് മരിക്കുന്നതായിരുന്നു. രണ്ടാമതും കർത്താവിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവ്. മൂന്നാമതും ചോദിച്ചത് എന്താണെന്നറിയോ? കർത്താവ്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോന്നാ ചോദിച്ചത്. സ്നേഹം ഉണ്ടോന്ന് പോലും ചോദിച്ചില്ല. കാരണം പത്രോസ് എത്ര ശ്രമിച്ചാൽ അവന്റെ ശരീരത്തിൽ നിന്ന് ദേഷ്യം ഉണ്ടാവും, പകയുണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, സഹോദരപ്രീതി ഉണ്ടാവും. പക്ഷെ അഗപ്പ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാൻ ഈ ശരീരത്തിന് അറിയത്തില്ല. വിൽ നോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഹ്യൂമൻ ഫ്ലഷ്, ഇൻ എ ഹ്യൂമൻ ബോഡി. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ പലരും പറയാറില്ലേ, ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാ എല്ലാത്തിനോടും. കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എനിക്ക് എല്ലാരോടും സ്നേഹവും കരുണയും ക്ഷമയും ഒക്കെ തോന്നുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടില്ലല്ലോ. കാരണം വീണുപോയ ശരീരത്തിൽ നന്മയൊന്നും വസിക്കുന്നില്ലാത്തതുകൊണ്ട് ഒരു നല്ല കാര്യവും പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് പറ്റിയല്ല. ഒരു കാര്യവും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്തുണ്ടാകുന്ന വികാരങ്ങളെല്ലാം ഈ തീരുമാനങ്ങൾക്ക് നല്ലതാകണം, അനുസരിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം, ഈ തീരുമാനങ്ങൾക്കെതിരാണ് ഈ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും. ഞാൻ സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെ. നിങ്ങളുടെ വീട്ടിൽ 2 ഭിക്ഷക്കാർ വന്നു. ഒരാൾക്ക് നിങ്ങൾ 100 രൂപ കൊടുത്തു, മറ്റേ ആൾക്ക് ഒന്നും കൊടുത്തില്ല. രണ്ടുപേരും തിരിഞ്ഞു നിന്ന് നിങ്ങളെ തെറി പറഞ്ഞു. ആര് ചീത്ത പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വിഷമം തോന്നുന്നത്? നിങ്ങൾ ആ 100 രൂപ കൊടുത്തയാൾ തിരിച്ചു നിന്ന് തെറി പറയുമ്പോഴാണ്, അല്ലേ? അതായത് നമ്മൾ സഹായം ചെയ്യും തോറും നമ്മുടെ ഉള്ളം കഠിനമാവുകയും ആർദ്രഹൃദയം ഇല്ലാതെ വരികയും നമ്മൾ ഡിമാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ there is no good in us. നമുക്ക് ഒരു നന്മയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ബോഡിയാണ്. അതുകൊണ്ട് റോമാലേഖനം 7:24 പൗലോസ് ചോദിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന്, ശരീരം എന്നെ ആർ വിടുവിക്കും? ബിക്കോസ് ദ ബോഡി ഈസ് ഓഫ് ഡെത്ത്. ഡിസിഷൻ എല്ലാം നല്ലതാണ്. ഇപ്പൊ ന്യായപ്രമാണവും വളരെ നല്ലതാണ്. എന്റെ കയ്യിൽ ഇരിക്കുന്ന ന്യായപ്രമാണം വളരെ നല്ലതാണ്, എനിക്ക് അത് അനുസരിക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ശരീരത്തിലെ വികാരങ്ങൾ ഒന്നും അതിന് സമ്മതിക്കുന്നില്ല. ആ സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആന്തരിക പ്രമാണം ലംഘിക്കപ്പെടുക. സോ ഐ എം സ്റ്റാൻഡിങ് ആസ് എ കൺവിക്ട് ബിഫോർ ദ ലോർഡ്. ഇനി നമ്മൾ ഈ ഒരു സമാധാനമില്ലായ്മ കൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കേണ്ട. ഇവിടുന്ന് എങ്ങനെയാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത് എന്നുള്ളൊരു മെക്കാനിസം കൂടെ ഞാൻ നിങ്ങളോട് പറയും, സൂചിപ്പിക്കുകയുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം we will come start again from Romans chapter 4. ഈ നമ്മുടെ മാർക്ക് അവസാനം കർത്താവ് കൂട്ടി നോക്കുമ്പോൾ ഞാൻ പറയും കർത്താവിനോട്, കർത്താവെ ഞാൻ സ്നാനപ്പെട്ടതാണ്, കർത്താവെ ഞാൻ എൻ്റെ സഹോദരനോട് ക്ഷമിച്ചായിരുന്നു, കർത്താവെ ഞാൻ 2 ഉടുപ്പുള്ളതൊന്നും ഇല്ലാത്തവന് കൊടുത്തായിരുന്നു, കർത്താവ് ഞാൻ ഇന്ന സൽപ്രവൃത്തികളെല്ലാം ചെയ്തായിരുന്നു. അപ്പൊ കർത്താവ് പറയും, പുറമേ നീ എല്ലാം ചെയ്തെങ്കിലും അകം ശരിയല്ലായിരുന്നു, അതുകൊണ്ട് 0 0 0 0 0 0 എല്ലാം 0. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കൊച്ചുണ്ടെന്ന് വിചാരിച്ചു, 0 മാത്രം കിട്ടുന്ന ഒരു കൊച്ച്. അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഞാൻ. അതെനിക്ക് മനസ്സിലാവുമ്പോഴാണ്
റോമാലേഖനം 4:4-5 നമുക്ക് മനസ്സിലാകുന്നത്. എന്താ റോമാലേഖനം 4:5 പറയുന്നത്? പ്രവർത്തിക്കാത്തവനെങ്കിലും, 0 മാർക്കുകാരനെങ്കിലും. അപ്പൊ നമുക്ക് പ്രവർത്തിക്കാത്തവനെന്ന് തോന്നണമെങ്കിൽ അത്ര ഭയങ്കരമായ ഒരു മാനസാന്തരം ഉണ്ടാവും. എങ്ങനെ എനിക്ക് 0 ആയിട്ട് തോന്നുള്ളൂ? പ്രവർത്തിക്കാത്തവനെന്ന് തോന്നുള്ളൂ, അഭക്തനാണെന്ന് തോന്നുള്ളൂ. അത്ര ഭയങ്കരമായ ഒരു മാനസാന്തരം എനിക്ക് ഉണ്ടാവണം. ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത് എങ്ങനെ, ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം. ഞങ്ങൾക്ക് 4 കുട്ടികളാണ്. 3 പേര് അഡോപ്റ്റഡ് ആണ്. ഒരു മോനാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത്. അതിലൊരു അഡോപ്റ്റഡ് കുട്ടി HIV പോസിറ്റീവ്. അവൻ ബാംഗ്ലൂരിൽ ഒരു കെയർ സെന്ററിൽ ഇപ്പൊ താമസിക്കും. ഞങ്ങൾ ഈ ലോക്ക്ഡൌണിന്റെ തലേദിവസം അവിടെ പോയിട്ട് വന്നതാണ്. അങ്ങനെ പോയതുകൊണ്ട് ഞങ്ങൾ ഒരു 14 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു, എങ്ങും പോകാതെ. അന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർക്ക് ലോക്ക്ഡൌൺ ഒന്നും ഇല്ലായിരുന്നു, ക്വാറന്റൈനിങ് ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എയർപോർട്ട് വഴി പോയതുകൊണ്ട് വീട്ടിൽ ഇരുന്നേക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം 30 ദിവസത്തിന് മേളിലായി വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ. ഞങ്ങൾ 2017 കാണാൻ വേണ്ടി ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ കുറെ നേരം അവന്റെ കൂടെ ഇരുന്നു. പോരാ നേരം ഞങ്ങൾ തിരിച്ച് കാറിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവനോട് ഒന്നുകൂടെ പോയി ഒരു ബൈ പറഞ്ഞിട്ട് വരാം. ഞാൻ ഇറങ്ങി അവന്റെ അടുത്ത് ചെന്ന് അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, മോനെ പപ്പ പോവുക കേട്ടോ, അടുത്ത മാസം വരാൻ കേട്ടോ. അവൻ എന്നെ വട്ടം കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിലായിരുന്നു. എന്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞു കുളിച്ചു. ഞാൻ വിചാരിച്ചു അവൻ കരഞ്ഞങ്ങ് തീർക്കട്ടെ, അവന്റെ സങ്കടം തീർക്കട്ടെ എന്ന് വിചാരിച്ചാണ് എന്നെ കെട്ടിപ്പിടിച്ച് നിന്നു. ഒരു 5-10 മിനിറ്റ് അവൻ കരഞ്ഞു. കരഞ്ഞ ശേഷം ഞാൻ തിരിച്ച് വണ്ടിയെ കയറി വീട്ടിലോട്ട് പോവാം. അപ്പൊ ഞാൻ കർത്താവിന്റെ ഇങ്ങനെ ചോദിക്കും, എനിക്ക് ഭയങ്കര സങ്കടം എന്റെ കാര്യം ഓർത്തിട്ട്. ഞാൻ കർത്താവിന് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് അവനെ എന്റെ സ്വന്തം മോനെ പോലെ എന്റെ വീട്ടിൽ വളർത്താൻ പറ്റാത്തത്? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, അത് നിന്റെ സ്വന്തം രക്തം അല്ലാത്തതുകൊണ്ട്. ഞാൻ വിഷമിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ അവനെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ കർത്താവ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഹൃദയം കൊണ്ട് ഇങ്ങനെ പറയുക. ഈ കർത്താവിന്റെ ശബ്ദം ഭയങ്കര ഹെവി ആയിട്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭാരം. ഞാൻ പറഞ്ഞു, കർത്താവ് അവൻ 3-ാം വയസ്സിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന 10 വർഷക്കാലം അവൻ എടുത്തുകൊണ്ട് നടന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ചു കൊടുത്തു, ഞങ്ങളുടെ പേര് കൊടുത്തു, സ്കൂളിൽ കൊണ്ട് ചേർത്തു, ഞങ്ങളുടെ കൂടെ കളിച്ചു, ഞങ്ങളുടെ കൂടെ വളർന്നു, ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ ജീവിച്ചു, ആഹാരം കഴിച്ചു, ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. 10 വർഷം കഴിഞ്ഞ് എനിക്ക് കേരളത്തിലോട്ട് വരേണ്ടി വന്നു. അപ്പൊ അവനെ കൊണ്ട് കേരളത്തിൽ വന്നാൽ ഇവിടുത്തെ പ്രതിസന്ധികൾ പ്രശ്നമാണ്. ഇവിടെ ആരാ കൊച്ചെന്നുള്ള അന്വേഷണം, എൻക്വയറി എല്ലാം പ്രശ്നമാണ്. ഞങ്ങൾക്ക് ലീഗലായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അവിടെ ചിൽഡ്രൻസ് ഹോം എന്നാണ് പറഞ്ഞത്, ഇവിടെ അതൊന്നും നടക്കുകയില്ല. പിന്നെ ഇവിടെ ട്രീറ്റ്മെന്റ് എവിടെ കൊടുക്കണം എന്നറിയത്തില്ല, ഏത് സ്കൂളിൽ കൊണ്ടുപോയി വിടുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ 100,000 കേസുകളും ക്വസ്റ്റ്യൻസും ഉള്ളതുകൊണ്ടല്ലേ കർത്താവെ അവൻ ഏറ്റവും നല്ല കെയർ സെന്ററിൽ കൊണ്ടുപോയി വിട്ടത്. അപ്പൊ കർത്താവ് പറഞ്ഞു, എക്സ്ക്യൂസ് പറയാൻ അന്നും ഇന്നും നീ എക്സ്പേർട്ടാണ്. എങ്ങനെ എറിഞ്ഞാലും 4 കാലേ വന്ന് വീഴും. എന്ത് തെറ്റ് ചെയ്താലും ഒരു എക്സ്ക്യൂസ് റെഡി ആയിട്ട് കാണും. ഇന്നത് കണ്ടാണ് കർത്താവെ അങ്ങനെ. ആദമിന്റെ അല്ലേ മക്കൾ. കർത്താവ് എന്നോട് പറഞ്ഞു, എന്ത് നീ പറഞ്ഞാലും നിന്റെ സ്വന്തം രക്തം അല്ലാത്തത് കൊണ്ടാണ് അവൻ ഇവിടെ കിടക്കുന്നത്. പെട്ടെന്ന് എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായ വേദന വന്നു. ഞാൻ കരഞ്ഞോണ്ട് ഞാൻ വണ്ടി ഓടിക്കുവാ. അപ്പൊ എനിക്ക് ഉള്ളിൽ മനസ്സിലായി, ശരിയാ, കർത്താവ് പറയുന്നത് ശരി, ഞാൻ പറയുന്നത് തെറ്റാ. അവൻ എന്റെ സ്വന്തം മകനായിരുന്നെങ്കിൽ, ഞാൻ ഒരു നിമിഷം എന്റെ സ്വന്തം മകനെ കുറിച്ച് ആലോചിച്ചു. അവനായിരുന്നു അസുഖം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ബാംഗ്ലൂർ വിട്ടിട്ട് എന്തായാലും കൊച്ചിയിൽ ഒന്ന് വീട് വാടകയ്ക്ക് എടുക്കില്ല. ബാംഗ്ലൂരിൽ അവന്റെ കെയർ സെന്ററിനടുത്ത് തന്നെ വീടെടുത്തേനെ. എല്ലാ ദിവസവും ഒന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞേനെ. എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാരമായിട്ട് അത് ഇരുന്നേനെ. പക്ഷെ എനിക്ക് അത്രയും ഭാരം തോന്നില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എനിക്ക് പറ്റുന്നില്ല. എന്റെ മകനോടുള്ള ആ സ്റ്റോർഗെ, ആ ലവ് പോലും എനിക്ക് അവനോട് തോന്നുന്നില്ല. അവൻ എന്നോട് ഭയങ്കര സ്നേഹം, കാരണം അവന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് എത്ര ചപലനായ മനുഷ്യൻ, എനിക്ക് ആ വികാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, ബട്ട് മൈ ബോഡി ഈസ് നോട്ട് ഗിവിങ് ദാറ്റ് കെമിക്കൽ.
അപ്പൊ ഞാൻ വളരെ വേദനയോടെ കർത്താവ്, കർത്താവ് ഞാൻ ഒരു കാര്യം ചെയ്യാം, ബാംഗ്ലൂർ ഒന്ന് വീടെടുക്കാം, അവന്റെ കെയർ സെന്ററിന് അടുത്ത് തന്നെ വീടെടുക്കാം. കർത്താവ് പറഞ്ഞു, കെയർ സെന്ററിന് അകത്ത് വീടെടുത്താലും നിനക്ക് 0 കിട്ടുള്ളൂ, കാരണം നിന്റെ ശരീരം പോക്കാണ്, അതിനകത്ത് ഒരു നന്മ ഉണ്ടാകുന്നില്ല. അന്നാ ഞാൻ മനസ്സിലാക്കുന്നത്, ശരീരം ചുടാൻ ഏൽപ്പിച്ചാലും ഈ അകത്തെ ആ ലവ് ഉണ്ടാകാതെ, അകപ്പെ ഉരുവാകാതെ, അത് പത്രോസ് ആയാലും ചേസ് ആയാലും ദൈവത്തിന് മുമ്പിൽ അക്സെപ്റ്റബിൾ അല്ല. We have all scored zeros in our lives. ഈ 0 മാത്രം സ്കോർ ചെയ്യുന്ന അവിടെയാണ് നമ്മൾ ഈ സത്യം പറഞ്ഞ ഇത്രയും വിശദീകരണം ആവശ്യമായിട്ട് വന്നത്. ആ റോമാലേഖനം 4:5 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാ. പ്രവർത്തിക്കാത്തവൻ, അവിടെ ഞാൻ നിലവിളിച്ചു, പ്രവർത്തിക്കാത്തവൻ, അഭക്തൻ, ഒരു ഗുണവുമില്ലാത്തവൻ, ബ്രോക്കൺ ടു പീസസ്, കഷണമായിട്ട് ഹൃദയം നുറുങ്ങിപ്പോയി. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നീതീകരിക്കുന്നവൻ സൗജന്യമായിട്ടാ. അവൻ എന്നോട് പറഞ്ഞു നീ നീതിമാനായോണ്ടല്ല, നിന്നെ നീതീകരിക്കാൻ ഞാൻ തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ നടക്കുന്നത്. നൺ ഓഫ് യുവർ മെറിറ്റ്. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, എന്റെ നന്മയല്ല, ദൈവം കാണിക്കുന്ന കരുണയാണ് നമ്മളെ വിശ്വാസികളായി നിലനിർത്തുന്നു എന്നുള്ളത്. If you don't understand that we are doing nothing to please God, അവൻ എനിക്ക് കടം വീട്ടാനൊന്നുമില്ല, എന്റെ ഒരു പ്രവൃത്തി മതിയാകുന്നതല്ല, അതെല്ലാം 0 പ്രവർത്തിക്കാത്തവനാണ് ഞാൻ, എല്ലാം പ്രവർത്തിച്ചിട്ടും പ്രവർത്തിക്കാത്തവനാണ്, അഭക്തനാണ്. പക്ഷെ എന്നെ നീതീകരിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ നീതി, ഇത് ചുമ്മാ യേശുക്രിസ്തുവിന്റെ ആത്മാവില്ലാതെ ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നവരെ കുറിച്ചല്ല, എത്ര പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചു എന്ന് തോന്നാത്തവരെ കുറിച്ചാണ്. ആ പ്രവൃത്തി രജിസ്റ്റർ ആകുന്നില്ലെന്ന് മനസ്സിലാകുന്ന, ഹൃദയത്തിലെ ആ നത്തിങ്നെസ് തിരിച്ചറിയുന്ന, ബ്രോക്കൺ ആകുന്ന, യെശയ്യാവിനെ പോലെ, മോശയെ പോലെ, പത്രോസിനെ പോലെ തകർക്കപ്പെടാതെ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല, അവന്റെ കൃപയാൽ നിറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ റോമാലേഖനം 4:4 നമ്മൾ ഒന്ന് ദൂരോട്ട് പോയിട്ട് തിരിച്ചു വന്നു. പക്ഷേ ഇത് വിശദീകരിക്കുന്ന ഈ പ്രവർത്തിക്കാത്തവൻ എന്ന് പറഞ്ഞ ഒരു പണി എടുക്കാത്തവൻ നല്ല അർത്ഥം, എന്ത് ചെയ്താലും പ്രവർത്തിച്ചു എന്ന് തോന്നാത്തവൻ, ചെയ്താലും പ്രവർത്തിച്ചതായി അനുഭവപ്പെടാത്തവൻ, ദൈവത്തിന്റെ നീതി മുമ്പിൽ തകരുന്നവൻ, നിലവിളിക്കുന്നവൻ, നീതിക്കായി വിശന്ന് ദാഹിച്ച് യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്ന ചുങ്കക്കാരനെ പോലെയുള്ളവൻ. അങ്ങനെയുള്ളവരെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ വിശ്വസിക്കുന്നവരാണ് ആ നീതിയെ പ്രാപിക്കുന്നത്. നമുക്ക് വിശ്വാസം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നതെന്ന് അടുത്ത ദിവസം നമുക്ക് കാണാം. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളൂടെ നിങ്ങൾ വായിക്കുക. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചെങ്കിൽ ഞാൻ ഈ പറയുന്നതുകൊണ്ടെല്ലാം കാര്യമുള്ളൂ. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണുമായിരിക്കാം, ഞാൻ ബൈബിളിലെ ഈ വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ സ്വസ്ഥമായി വീട്ടിൽ പോയിരുന്ന് വായിക്കുക. ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. വളരെ ആഴമായ പാപബോധം, ബ്രോക്കൺനെസ് എക്സ്പീരിയൻസ് നമുക്ക് കർത്താവ് തരട്ടെ. കർത്താവ് മാത്രം നമുക്ക് എല്ലാമായി തീരുന്ന ആ വിശ്വാസത്തിന്റെ പെർഫെക്ഷനിലേക്ക് നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ബലമേറിയ, നീതീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പരസ്യമായി വെളിപ്പെടുത്തിയ കർത്താവിന്റെ നീതിക്കായി സ്തോത്രം. കർത്താവ്, യേശുവിന്റെ ജീവനിലൂടെ, അവന്റെ മരണത്തിലൂടെ നീ എന്താണ് ആഗ്രഹിക്കുന്നത്, നിന്റെ പ്രസാദം എങ്ങനെയാണ് നേടുന്നത് ഞങ്ങളെ കാണിച്ചു തന്നതിനായിട്ട് സ്തോത്രം. അത് ഞങ്ങളുടെ ജഡത്താലല്ല, വിശ്വാസത്താൽ കർത്താവ് അങ്ങയിൽ നിന്ന് തന്നെ പ്രാപിക്കുവാൻ തക്കവണ്ണം ആ വഴി ഞങ്ങൾക്ക് വിശദമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പാപത്തെക്കുറിച്ച്, പാപത്തിന്റെ അടിമത്തത്തെക്കുറിച്ച് മനസ്സിലാക്കി, എന്നാൽ കർത്താവ് ഞങ്ങൾ എങ്ങനെയാണ് നീതിയുടെ അടിമകളാകുന്നതെന്നും കൂടെ ഞങ്ങളോട് വെളിപ്പെടുത്തി തന്ന് കർത്താവ് അപ്പോസ്തലിക ഉപദേശം ഞങ്ങളുടെ ഹൃദയത്തിനോട് ഉറപ്പിക്കണമേ എന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.